ഉള്ളാളം തങ്ങൾക്കും അപ്രകാരം എംഎ ഉസ്താദിനും ചിത്താരി ഉസ്താദിനും തുടങ്ങി നമ്മുടെ പക്ഷത്ത് നിൽക്കുന്ന ആലിമീങ്ങൾക്കാണ്. അത് നിരവധി തെളിവുകൾ ഉണ്ട്. ഏതായാലും കുറച്ചൊരു വാക്ക് ഞാൻ പറഞ്ഞുതരാം. ജാമിയ സഅദിയ അറബിയ എന്നൊരു കോളേജ് കാസർഗോഡ് ഉണ്ടായിരുന്നു. അത് ആദ്യം അങ്ങനെ ഉണ്ടായിരുന്നില്ല. മർഹൂം കല്ലട്ടർ അബ്ദുൽ ഖാദർ ഹാജി വലിയൊരു പണക്കാരനാണ്. ദീനിനു വേണ്ടി എത്രയോ മുതൽ സംഭാവന ചെയ്ത ഒരു വ്യക്തിയാണ്. അദ്ദേഹത്തിന് കീഴൂർ ഒരു വീടുണ്ടായിരുന്നു. പിന്നീട് അദ്ദേഹം വലിയ പണക്കാരന് പെട്ടെന്നാണല്ലോ അദ്ദേഹം പണക്കാരനായത്. അദ്ദേഹം മുമ്പ് തന്നെ വലിയ പണക്കാരനാണ്. പിന്നീട് മറ്റെല്ലാ വിധത്തിലും അദ്ദേഹം അറിയപ്പെടുന്ന ഒരു പണക്കാരനായി മാറി. അങ്ങനെ അദ്ദേഹം മേൽപ്പറമ്പത്തേക്ക് സ്വന്തമായൊരു വീടുണ്ടാക്കി. ഓക്കെ, അതൊക്കെ നീണ്ട പറഞ്ഞതെന്ന് ഇപ്പൊ ചരിത്രമുള്ള, അപ്പോൾ നമ്മൾ വിഷയം മാറിപ്പോന്നുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അങ്ങനെ മേൽപ്പറമ്പിലേക്ക് മൂപ്പര് താമസം മാറ്റി. അവിടെ ആദ്യമായി കാസർഗോഡ് ജില്ലയിൽ തന്നെ ആദ്യത്തെ ഒരു വാർപ്പിന്റെ വീടായിരുന്നു അദ്ദേഹത്തിൻ്റെത്. അങ്ങനെ വലിയൊരു AC-യും മറ്റും. നിങ്ങൾക്ക് എന്ത് അടിക്കാൻ, ഞാൻ യാഥാർത്ഥ്യമാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് PM അടിച്ചിട്ടൊന്നും ശല്യപ്പെടുത്തിയിട്ട് കാര്യമില്ല. നിങ്ങൾക്ക് ദഹിക്കാൻ പറ്റും നിങ്ങൾ കേൾക്കുക, ഇല്ലെങ്കിൽ കേൾക്കുന്നവർ കേൾക്കട്ടെ. അത് എന്ത് നുണയായാലും തർക്കമില്ല, അതിലൊന്നും എനിക്കൊരു പ്രശ്നമില്ല. അത് ഞാൻ മറുപടി പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ പറയുന്നത് ഹക്കാണ് എന്നതാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഒരു സംശയത്തിന് ഉള്ളതുപോലെ ഞാൻ പറയാറില്ല. അതാണ് ശരി. അങ്ങനെ മൂപ്പർ മേൽപ്പറമ്പത്തേക്ക് പുതിയ വീട്ടിലേക്ക് വന്നപ്പോൾ അവിടെ മൂപ്പർ പഴയ വീട്ടിലേക്ക് ഒരു മുദർരിസായി ചെമ്പ്രിക്ക ഖാളി CM, അതിന് മുമ്പ് കുറെ ചരിത്രമുണ്ട്. പിന്നെ ഉസ്താദിനെ ചെമ്പ്രിക്ക ഖാളി CM അബ്ദുള്ള മൗലവിയെ മുദർരിസായി അവിടെ ദർസ് നടത്തി. അവിടെ എന്താ ചെയ്ത, മൂപ്പത്തെ പഴയ തന്നെ കുറെ മുത്തഅലിമീങ്ങൾക്ക് സ്വന്തമായി ഭക്ഷണവും റൂമും ചെലവും കൊടുത്ത് അദ്ദേഹം അവിടെ തുടങ്ങി. 10, 40, 50 അതിന്റെ മുകളിൽ പിന്നീട് കൂടിക്കൊണ്ട് പോയി. അങ്ങനെ മൂപ്പര് ദർസ് നടത്തിയിരുന്നു. അപ്പൊ ഫുൾ ചെലവ് അബ്ദുൽ ഖാദർ ഹാജി സാഹിബായിരുന്നു. പിന്നീട് കുറെ കഴിഞ്ഞപ്പോൾ മൂപ്പര് ചിന്തിച്ചു, ഇത് എന്റെ കാലം കഴിഞ്ഞു പോയാൽ ഈ സ്ഥാപനം ചേർപ്പിന് മക്കൾ ഇല്ലാതാക്കി കളയും. അവർ ഏത് രീതിയിൽ പിന്നെ തീരുമാനം, ഇത് ഞാൻ ഇതിനൊക്കെ നിങ്ങൾ കേൾക്കും. അപ്പൊ നിങ്ങൾക്ക് തിരിയാമല്ലോ. ഇപ്പൊ എന്നോട് PM അടിക്കരുത്, നിങ്ങൾ കയ്യിൽ നിന്ന് പിന്നെ പബ്ലിക്കിൽ അടിക്കുക. നമുക്ക് PM നോക്കാൻ സാധിക്കില്ല. അങ്ങനെ മൂപ്പർ എന്ത് ചെയ്തു, അവിടുന്ന് മക്കളോട് പറഞ്ഞു, ഇതാ ഇങ്ങനെ പ്രശ്നമുണ്ട്, അതുകൊണ്ട് ഇനി ഇങ്ങനെ പോയാൻ പറ്റൂല, ഇതിനെ നമുക്ക് ഒരു ആലിമീങ്ങളെ കയ്യിൽ ഏൽപ്പിക്കണം എന്ന്. അങ്ങനെ ആലിമീങ്ങളെ കയ്യിൽ ഈ വീട്ടിൽ നടക്കുന്ന പിന്നെ ഈ ദർസിനെ ഏൽപ്പിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ കീഴൂർ പഴയ 2 പണ്ഡിതന്മാരുണ്ടായിരുന്നു. ഒന്ന് കുഞ്ഞിപ്പ ഹാജി എന്ന 4 മദ്ഹബിലും കഴിവുള്ള ഒരു പണ്ഡിതനാണ്. പിന്നൊന്ന് സയ്യിദ് മുസ്ലിയാർ എന്നറിയപ്പെടുന്ന അദ്ദേഹം. അങ്ങനെ സയ്യിദ് മുസ്ലിയാരുടെ പേരിലായിരുന്നു അന്നത്തെ ആ സയ്യിദിയ കോളേജ് പ്രവർത്തിച്ചിരുന്നത്. അങ്ങനെ ഈ കാര്യം അബ്ദുൽ ഖാദർ ഹാജി സാഹിബ് നമ്മുടെ മുസ്ലിയാന്മാരോട് ആവശ്യപ്പെട്ടപ്പോൾ അവസാനം ഇത് ചിത്താരി ഉസ്താദിന്റെയും MA ഉസ്താദിന്റെയും ഏൽപ്പിച്ചു. ഇങ്ങനെ കലക്ടർ അബ്ദുൽ ഖാദർ ഹാജി സാഹിബ് ഒരു വീട് തരാമെന്നും അതിന്റെ ചെലവും തരാമെന്നും പറഞ്ഞു ഏൽപ്പിച്ചതിന് ശേഷം സമസ്ത അന്ന് കണ്ണൂർ ജില്ലയായിരുന്നു. കണ്ണൂർ ജില്ലാ ജമിയത്തുൽ ഉലമ ചേരുകയും അത് അബ്ദുൽ ഖാദർ ഹാജിയോടത്ത് വാങ്ങാൻ തീരുമാനിക്കുകയും ചില ഉപാധികൾ നിയമിക്കുകയും ചെയ്ത്. അതിന് നീണ്ട ചരിത്രമാണ്. അവസാനം പറഞ്ഞു, ഞങ്ങൾക്ക് നടത്താനുള്ള സാമ്പത്തിക ശേഷി തരണമെന്ന് പറഞ്ഞപ്പോൾ കാസർകോട്ടെ ഫിർദോസ് ബസാറിലെ വലിയൊരു കെട്ടിടം ഞാൻ അതിന് നിങ്ങൾക്ക് വരുമാനമായി തരാം എന്നും പറഞ്ഞിരുന്നു. അപ്പോൾ അത് മതി, കാരണം അന്ന് മുത്തഅലിമികൾ കുറവായിരുന്നല്ലോ. അങ്ങനെ ആ കോളേജ് പിന്നെ സമസ്ത ഏൽക്കുകയും കണ്ണൂർ ജില്ല ഏൽക്കുകയും അതേ വീട്ടിൽ തന്നെ നിലനിർത്തുകയും ചെയ്തു. പിന്നീടാണ് കളനാട്ടെ ദേളിലുള്ള ആ സ്ഥലം മുഴുവനും ഈ സയ്യിദിക്ക് വേണ്ടി പിന്നെ അബ്ദുൽ ഖാദർ ഹാജി സാഹിബ് സമസ്തയെ ഏൽപ്പിക്കുന്നത്. അങ്ങനെ ആ കോളേജ് അവിടത്തേക്ക് മാറുകയാണ്. ആ സമയത്ത് മുതവ്വൽ ക്ലാസ് എന്നൊരു പരിപാടി തുടങ്ങാൻ ഈ വീട്ടിൽ വെച്ച് തീരുമാനിച്ചു. അതിന്റെ ഉദ്ഘാടനത്തിന് കണ്ണിയത്ത് ഉസ്താദിനെ കൊണ്ടുവരാൻ തീരുമാനിച്ചു. അങ്ങനെ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാറെ ഉസ്താദ് അവിടത്തെ കൊണ്ടുവന്നു.
അങ്ങനെ മുത്തവ്വൽ ക്ലാസ് ഉദ്ഘാടനം കണ്ണിയത്ത് ഉസ്താദായിരുന്നു എന്നത്. അവിടെ പങ്കെടുത്തതിൽ അന്ന് ഉള്ളാളം തങ്ങൾ, ആ സ്ഥലം പൊതുവെ ക്യൂർ പെട്ടെന്ന് വരാൻ അറിയില്ല, ഉള്ളാളം തങ്ങളും ഇന്ന് സൈദിയുടെ മാനേജർമാരിൽ ഒരാളായ അവിടുത്തെ മുദരിസുമായ മാണിക്കോത്ത് ഉസ്താദ് എന്നറിയപ്പെടുന്ന മാണിക്കോത്ത് അബ്ദുള്ള മുസ്ലിയാരും ആ കാറിൽ വന്നു. വഴി അറിയാത്ത കൊണ്ട് എന്നെ അവിടുന്ന് തിരിച്ചു വരുമ്പോ കാറ് നിർത്തി. ഉള്ളാളം തങ്ങളായിരുന്നു. നിക്കത് അറിയോ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. അത് ഞാനും ഉള്ളാളം തങ്ങളും വേറൊരു ബന്ധമുണ്ട്, അത് ഇൻഷാ അല്ലാഹ് പിന്നീട് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ എന്നെ കയറ്റി. അപ്പൊ എന്നെ തങ്ങൾക്ക് അറിയുന്നത്, എന്റെ പേരറിയില്ല, മരുമകന്റെ ആളാണെന്ന രീതിയിലാണ് തങ്ങൾ എന്നെ അറിയപ്പെടുന്നത്. അങ്ങനെ അവിടുന്ന് കൂട്ടിക്കൊണ്ടുപോയി. അവിടത്തെ എത്തുമ്പോൾ എല്ലാ പണ്ഡിതാന സമസ്തന്റെ ഇന്ന് ഹയാത്തുള്ള പല പണ്ഡിതന്മാർ അവിടെയുണ്ട്. അങ്ങനെ മുത്തവ്വൽ ക്ലാസ് നടത്തിയപ്പോൾ കണ്ണിയത്ത് അഹമ്മദ് മുസ്ലിയാർ പറഞ്ഞു, എന്റെ ശിഷ്യന്മാരിൽ ഏറ്റവും ഉയർച്ചയിലുള്ള ആൾക്കാരെ 4 പേരുടെ പേര് പറഞ്ഞു. ഒന്ന് കെ സദഖത്തുള്ള ഉസ്താദ് എന്ന് പറയുന്ന കെ സദഖത്തുള്ള മൗലവി. മനസ്സിലായല്ലോ? ഇതൊന്നും ആവർത്തിക്കാൻ കഴിയില്ല, നിങ്ങൾ തന്നെ കേട്ടോളൂ, എനിക്ക് റിപ്പീറ്റ് ചെയ്യാൻ കഴിയില്ല, ഉസ്താദ്മാരൊക്കെ വരും. അങ്ങനെ ആരെയാ പറഞ്ഞത്? സദഖത്തുള്ള മുസ്ലിയാർ സമസ്തന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു. ചെറിയൊരു സ്പീക്കറിൽ ഖുത്ബ ഓതാൻ പറ്റുമോ എന്നൊരു പ്രശ്നം കൊണ്ടും മറ്റു ചില കാര്യം കൊണ്ടും സമസ്തയിൽ നിന്ന് മൂപ്പര് പുറത്തു പോവുകയാണ് ചെയ്തത്. ഇപ്പോൾ മൂപ്പര് വണ്ടൂർ മരണപ്പെട്ട് കിടക്കുന്നു. അദ്ദേഹത്തിനെയും താജുൽ ഉലമ എന്നറിയപ്പെടുന്നുണ്ട്. കട്ട് എനിക്കിവിടെ ഇല്ല, ഉള്ളവർക്ക് ആയിക്കോളും. അങ്ങനെ രണ്ടാമത്തത് പറയുന്നത് കെ അബൂബക്കർ മുസ്ലിയാർ എന്നാകുന്നു. മൂന്നാമത് പറയുന്നത് ഉള്ളാളം തങ്ങളെയാകുന്നു. നാലാമത് പറയുന്നത് ചിത്താരി അംസ മുസ്ലിയാർ എന്ന ചിത്താരി ഉസ്താദിനെയാകുന്നു. കണ്ടോ, കണ്ണിയത്ത് അംഗീകരിച്ച പണ്ഡിതന്മാരാണ് അവിടെ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായോ? 4 പണ്ഡിതന്മാരാ. അന്ന് അത്രേ പറഞ്ഞുള്ളൂ, ബാക്കി പണ്ഡിതന്മാർ ഇല്ല എന്ന അർത്ഥമില്ല. കണ്ണിയത്ത് ഉസ്താദിന്റെ കൂടെ വാഴക്കാട് വെച്ച് പഠിച്ച പിന്നെ പ്രഗത്ഭരായ ആൾക്കാരാണ് കെ സദഖത്തുള്ള ഉസ്താദ്, രണ്ടാമത്തത് പിന്നെ ശംസുൽ ഉലമ കെ അബൂബക്കർ മുസ്ലിയാർ, 3 നമ്മുടെ വഫാത്തായി പോയ മർഹൂം ഉള്ളാളം തങ്ങൾ, പിന്നീട് ഇപ്പോൾ സുഖമില്ലാത്ത നമ്മുടെ ചിത്താരി ഉസ്താദ്. ഇത്തര പണ്ഡിതന്മാരാണ്. പിന്നെയും ആൾക്കാരുണ്ട്. കെ മുസ്ലിയാർ കിടന്ന് ഞാൻ ചർച്ചയിൽ വരുന്നില്ല. അങ്ങനെ ഉള്ളാളം തങ്ങൾക്ക് കിതാബ് തിരിയും എന്ന് കണ്ണിയത്ത് അവിടുന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് അവിടുന്ന് പറഞ്ഞു ഉള്ളാളം തങ്ങൾക്ക് കിതാബ് തിരിയും എന്ന്. അതുകൊണ്ട് കാര്യം മനസ്സിലായല്ലോ. അപ്പോൾ ഉള്ളാളം തങ്ങളെ അംഗീകരിച്ചത് മാത്രമല്ല, സമസ്ത കേരള ജമിയത്തുൽ ഉലമാന്റെ പ്രസിഡന്റ് എന്ന കണ്ണിയത്ത് ആകുന്ന സമയത്ത് തന്നെ അന്ന് വൈസ് പ്രസിഡന്റ് ആയിരുന്ന നമ്മുടെ ഉള്ളാളം തങ്ങളെ ആയിരുന്നു അധ്യക്ഷ സ്ഥാനത്ത് ബഹുമാനപ്പെട്ടവർ പിന്നെ കണ്ണിയത്ത് ഉസ്താദ് കൈപിടിച്ച് തങ്ങളെ ഇരിക്കൂ, അധ്യക്ഷം വഹിക്കൂ, ഇതിൽ ഇരിക്കൂ എന്ന് പറഞ്ഞ് കൈപിടിച്ച് ഇരുത്തിയ വ്യക്തിയാണ് നമ്മുടെ ഉള്ളാളം തങ്ങൾ. ഉള്ളാളം തങ്ങളെ കുറിച്ച് അത്യാവശ്യം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഉള്ളാളം തങ്ങൾ ആരാണെന്ന് കൂടുതൽ ഞാൻ മിക്ക പത്രക്കാർക്കും ഇത് അയച്ചു കൊടുത്തിരുന്നു, എല്ലാ വാർത്തയിലും. അതുകൊണ്ട് ഞാൻ കൊടുത്ത വാർത്തയും കൂടി ഉൾപ്പെടുത്തിയിട്ടാ മാതൃഭൂമി കുറെ പത്രങ്ങളൊക്കെ അത് ഉൾപ്പെടുത്തിയിട്ടാ വാർത്ത കൊടുത്തിരിക്കുന്നത്. ഏതായാലും എളമരം കടവ് കടന്നാൽ അവിടെ ഒരു സ്ഥലമുണ്ട്, കൊന്നാര് എന്ന സ്ഥലം. അതായത് മാവൂർ റയോൺസിന്റെ ഫാക്ടറിന്റെ നേരെ എതിർവശം പുഴയോട് ചേർത്തിട്ടുള്ള സ്ഥലമാണ്. അവിടെ ഒരു പള്ളിയുണ്ട്, കൊന്നാര തങ്ങന്മാര് എന്നറിയപ്പെടുന്നത്. നിങ്ങൾ മനസ്സിലാക്കണം, ആ ഭാഗത്തുള്ളവർക്ക് വേഗം മനസ്സിലാകുന്നതുകൊണ്ട് ഞാൻ പറയുന്നില്ല. അങ്ങനെ ആ പിന്നെ കൊന്നാര് അതാണ്. ഞാൻ അവിടെ പോയി സിയാറത്ത് ചെയ്തിരുന്നു. അവിടെ ബുഖാരി കുടുംബം തന്നെയാണ് അവിടെ മറവ് ചെയ്ത് കിടക്കുന്നത്. ഇല്ലെങ്കിൽ എല്ലാവരും പോയിക്കോളും. വളരെ പിന്നെ ദുആക്ക് അവിടെ പോയിട്ടുള്ളവർക്ക് എല്ലാ ദുആക്കർക്ക് ഉത്തരം കിട്ടുന്ന ഒരു സ്ഥലമാണ്. അവിടെ പോയിക്കോളും നിങ്ങൾ. കുന്നാര ഉറുസൊക്കെ നിറച്ചൊക്കെ കഴിക്കുന്നുണ്ട്. അവിടെ പണ്ട് 1921 ഇതൊക്കെ വലിയ നീണ്ട ചരിത്രമാണ്, ഞാൻ പറയുന്നില്ല. നമ്മുടെ ബ്രിട്ടീഷുകാർക്കെതിരിൽ പിന്നെ നമ്മൾ യുദ്ധം നടത്തിയല്ലോ മുസ്ലിങ്ങൾ. അവിടെ അന്ന് കൊന്നാര തങ്ങന്മാരായിരുന്നു ബ്രിട്ടീഷുകാർക്കെതിരിൽ പോരാടിയത്. അവിടെ ബ്രിട്ടീഷുകാർ ഈ തങ്ങന്മാർ കുടുംബങ്ങൾ, ഏത് കുടുംബങ്ങളാണ്? നമ്മുടെ ഉള്ളാൾ തങ്ങളുടെ പിന്നെ മാതാപിതാക്കന്മാരുടെ ഉപ്പാപ്പമാർ അടങ്ങുന്ന തങ്ങന്മാർ ആ കൊന്നാരി പള്ളിയിൽ താമസിക്കൊണ്ടെന്ന് പറഞ്ഞ് അവർ പീരങ്കി കൊണ്ട് പിന്നെ വെടിവെച്ചിട്ട് ആ മുഴുവൻ പാടുകളും ആ പള്ളിയിൽ ഉണ്ടായിരുന്നു.
ഈയിടെ കുറച്ചു കാലം മുമ്പാണ് ആ പള്ളി വീണ്ടും പൊളിച്ചു മാറ്റിയത്. ഇപ്പോൾ ഈ പുതിയ പള്ളിയിൽ ആ അലാമത്തില്ല. പഴയ അലാമത്ത് ഞാൻ പോയി കണ്ടതാണ്. അവിടെ സുലൈമാൻ ബുഖാരി, കുറെ ബുഖാരിമാർ ഖബർ അവിടെ ഉണ്ട്. ആ പരമ്പരയിൽപ്പെട്ട ആളാണ് നമ്മുടെ സയ്യിദ് അബ്ദുറഹ്മാൻ എന്ന് അറിയപ്പെടുന്ന നമ്മുടെ ഉള്ളാൾ തങ്ങൾ, താജുൽ ഉലമ തങ്ങൾ. അവരുടെ മൂത്ത പെങ്ങള് ആണ് അവിടെ ഉള്ളത്. മൂത്ത പെങ്ങളെ, തങ്ങളെക്കാളും മൂത്തത്. ഞാൻ തങ്ങളുടെ അടുത്ത് ചോദിച്ചു, ഇത് സംഭവം ഒന്നും കൂടി പറഞ്ഞുതരാം. തങ്ങളെ കുടുംബത്തിൽ എല്ലാവർക്കും ഉള്ളാൾ തങ്ങളുടെ മദ്ഹ് മാത്രമേ അറിയുള്ളൂ. അവരുടെ മകൻ കുറത്തങ്ങളുടെ മദ്ഹ് മാത്രമേ അറിയുള്ളൂ. മറ്റ് ചില അനവധി കറാമത്തുള്ള പരമ്പര തങ്ങൾക്കുണ്ട്. അത് മിക്ക ആൾക്കാർക്കും അറിയില്ല. അത് ഞാൻ പറഞ്ഞുതരാം. ഈ ഉള്ളാൾ തങ്ങളുടെ മൂത്ത പെങ്ങൾ, ഞാൻ ഇന്നത് പത്രത്തിൽ ഇത് എഴുതിയിട്ടുണ്ട്, പൂർണ്ണമായിട്ട് കരുവന്തുരുത്തിയിലെ പൂർണ്ണമായത്. കാരണം ഞാൻ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ട്. വേണമെങ്കിൽ ആലൂർ തങ്ങൾ എന്ന് നിങ്ങൾ സൈറ്റിൽ അടിച്ചു കൊടുത്താൽ ഈ പരമ്പര മുഴുവനും ഞാൻ എഴുതിയത് നിങ്ങൾക്ക് ലഭിക്കും. മലയാളത്തിൽ ആലൂർ തങ്ങൾ എന്ന് നിങ്ങൾ അടിച്ചു നോക്കുക, ഗൂഗിൾ സെർച്ച് ചെയ്താൽ അത് മുഴുവനും, ആ പരമ്പര മുഴുവനും ഞാൻ എഴുതിയിട്ടുണ്ട്. ഒരു മിനിറ്റ് നിങ്ങൾ സെർച്ച് ചെയ്യണം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞതിന്റെ ഒരു മിനിറ്റ്. അങ്ങനെ ഞാൻ മൊഗരാലിൽ പഠിക്കുന്ന കാലത്ത് ഒരാള് ജോലിക്ക് വന്നു അവിടെ. അങ്ങനെ ഒരു സാധാരണ ഒരു സാമർത്ഥ്യമൊന്നുമില്ലാത്ത, ഒരു കൂടുതൽ സംസാരിക്കാത്ത ഒരാള് അദ്ദേഹത്തെ അവിടെ മുക്രിയായി നിയമിച്ചു. അന്ന് അവിടെ റെയിൽ പോകുന്നത് കൊണ്ട്, ട്രെയിനിന്റെ റെയിൽ പോകുന്നത് കൊണ്ട് കറണ്ട് ഇല്ല. അപ്പൊ അവിടെ പെട്രോമാക്സ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ വിഗിൽ എന്ന് പറയപ്പെടുന്ന അതവിടെ കത്തിക്കായിരുന്നു. മുക്രിയായി ചുമതലപ്പെടുത്ത ഇദ്ദേഹത്തിന് ഇത് ഓണാക്കാനും. അപ്പൊ എനിക്ക് അല്പം ഒരു ടെക്നീഷ്യനൊക്കെ അറിയുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് ഞാൻ. ഗ്യാസ് ലൈറ്റ്, അതാണ് കറക്റ്റ്. അത് ഈ മുക്രി നിലയിൽ നിയമിച്ചപ്പോൾ മൂപ്പർക്ക് ഇത് കാറ്റടിക്കാനും ഇതിന്റെ ഇത് കെട്ടാനൊന്നും അറിയുന്നില്ല. കുറെ കെട്ടി കൂടെ പൊളിഞ്ഞു പോയി. അങ്ങനെ ഞാൻ ഇത് കാണിച്ചു പഠിച്ചു കൊടുത്തു. നിങ്ങളുടെ പേര് എന്ന് ചോദിച്ചപ്പോൾ മൂപ്പർ മുഹമ്മദ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങള് തങ്ങളാണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു, ഞാൻ തങ്ങളാണ് എന്ന് മൂപ്പർ പറഞ്ഞു. അലാമത്ത് കൊണ്ട് എനിക്ക് തങ്ങളാണെന്ന് മനസ്സിലായി. ഉടനെ ഞാൻ അവിടുത്തെ മുദരിസായിരുന്ന UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, മൊഗരാലിലെ മുദരിസ് UM അബ്ദുറഹ്മാൻ മുസ്ലിയാർ, ഇപ്പോൾ മറുപക്ഷത്തെ കാസർഗോഡ് ജില്ലാ ജമിയത്തുൽ ഉലമയുടെ സെക്രട്ടറി, അദ്ദേഹത്തിന് പറഞ്ഞു, ഉസ്താദെ, ഇദ്ദേഹം ഒരു സയ്യിദാണ്, നമുക്ക് ഇവിടെ അദ്ദേഹത്തെ മുക്രിയായി നിയമിക്കാൻ പറ്റുകയില്ല, പ്രശ്നമുണ്ടാകും എന്ന്. ഉടനെ ഉസ്താദ് ചോദിച്ചപ്പോൾ ഞാൻ സയ്യിദാണെന്ന് പറഞ്ഞു. കെടുഞ്ഞു. എന്താ ചെയ്യാനാ, നിർത്തി. ഉടനെ തന്നെ പറഞ്ഞു, എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യും, എവിടെയെങ്കിലും ഒരു ജോലി ആക്കി കൊടുക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ നേരെ എന്റെ നാട്ടിലേക്ക് കൊണ്ടുപോയി നിർത്തി തങ്ങളുടെ നിയമിച്ചു. അന്ന് തങ്ങൾക്കൊരു പ്രശ്നമുണ്ട്. ഇടക്കിടെ ഒരു ജസ്ബിന്റെ ഹാല് ഇളകുന്നുണ്ട്. ഒരു ഭ്രാന്ത് നമുക്ക് കാണുമ്പോൾ ഒരു ഭ്രാന്തായി കാണും. ഇങ്ങനെ ഭ്രാന്തായി ഇങ്ങനെ തുടങ്ങിയപ്പോ ഒന്നും മനസ്സിലാകുന്നില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നു, നിസ്കാരത്തിൽ തിരിഞ്ഞും മറിഞ്ഞു നോക്കുന്നു, പ്രശ്നങ്ങളോടില്ല, ഭ്രാന്ത രീതിയിൽ കാണിക്കുന്നത്. അപ്പോ എന്നടുത്ത് ഒന്നിങ്ങനെ പറഞ്ഞിരുന്നു, ഉള്ളാൾ തങ്ങൾ എന്റെ മാമനാണ്, എന്റെ ഉമ്മയുടെ ആങ്ങളയാണെന്ന് ഒരു പ്രാവശ്യനോട് പറഞ്ഞിരുന്നു. അപ്പൊ ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ല. കാരണം വലിയൊരു തങ്ങളായതുകൊണ്ട് ഞാൻ കുടുംബത്തിലാണെന്ന് പറഞ്ഞതായിരിക്കും എന്ന് മനസ്സിലാക്കി ഞാൻ അത്ര കാര്യമായി എടുത്തിരുന്നില്ല. പിന്നീട് എനിക്കിത് വ്യക്തമായി. അങ്ങനെ തങ്ങളെയും കൂട്ടി ഞങ്ങൾ ഈ വിവരം അറിയാൻ വേണ്ടി ഉള്ളാളത്തേക്ക് പോകുന്നു. അന്ന് മുതലാണ് ഉള്ളാള തങ്ങളും ഞാനുമായി ബന്ധപ്പെടുന്നത്. അങ്ങനെ തങ്ങളെടുത്ത് ഞാൻ പറഞ്ഞു, തങ്ങളെ, നിങ്ങൾക്കൊരു മരുമകനുണ്ടോ? കോഴിക്കോട് ജില്ലയിലെ മാവൂര്, ഗളമരത്ത്, കൊന്നാരക്കടുത്തുള്ള ചോലക്കര എന്ന സ്ഥലത്തുണ്ടോ? ഉണ്ട് എന്ന് താങ്കൾ പറഞ്ഞു. എങ്ങനെയാണ് നിങ്ങളെ മരുമകൻ? അത് എന്റെ മൂത്ത മകളുടെ കുട്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, തങ്ങളെ ഇപ്പോൾ മൂപ്പർ ഒരു ഭ്രാന്തായിട്ടുണ്ടല്ലോ തങ്ങളെ എന്ന് ഞാൻ പറഞ്ഞു. ഉള്ളാൾ തങ്ങൾ പറഞ്ഞു, അത് ഭ്രാന്തല്ല,
അല്ലാഹു തആല എനിക്ക് ഇൽമു തന്നിട്ടുണ്ടെങ്കിൽ വിലായത്ത് മൂപ്പർക്കാ കൊടുത്തിരിക്കുന്നത് എന്ന് ഉള്ളാൾ തങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞു. അതുകൊണ്ട് നിങ്ങള് തങ്ങളുടെ കുട്ടിയാണ്, തങ്ങളുടെ മൂത്ത തങ്ങളുടെ, അതായത് ഉള്ളാളൻ തങ്ങളുടെ മൂത്ത സഹോദരിയുടെ മകൻ ആണ് ഈ കുട്ടി. മൂപ്പരുടെ പേര് സയ്യിദ് മുഹമ്മദ് കുഞ്ഞിത്തങ്ങൾ എന്നാണ് മൂപ്പരുടെ പേര്. അങ്ങനെ ആ കാര്യം പറഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങളത് ഭ്രാന്തായി ഇതാക്കണ്ട. ആ സമയത്ത് വല്ലതും പറഞ്ഞാൽ വല്ലതും ആ സമയത്ത് മറ്റൊരു കാര്യം കൂടി ഞങ്ങൾക്ക് പറയേണ്ടത്. ഇപ്പൊ എനിക്ക് പറയുമ്പോൾ നിങ്ങൾ എന്നെ വലിയ ആളായി തോന്നിപ്പോ എനിക്ക് പറയാൻ മടിക്കുന്നുണ്ട്. അങ്ങനെ എന്റെ അടുത്ത് ഉള്ളാൾ തങ്ങൾ പറഞ്ഞു, എന്റെ ഒരു മകന് സുഖമില്ല, നിങ്ങൾ അവനിക്ക് വേണ്ടി ദുആ ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ആരാണ് ആ മകൻ അറിയോ? ഇന്നത്തെ ഫസൽ കോയമ്മ തങ്ങൾ എന്ന കുറത്തങ്ങളാകുന്നു. അപ്പോൾ ഇതേ അവസ്ഥ ആ തങ്ങൾക്കുമുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു ജസ്ബിന്റെ ഹാലല്ല ആ തങ്ങൾക്ക്. അങ്ങനെ ഒരു പ്രാവശ്യം ഇങ്ങനെ പറയുമ്പോൾ ഞാൻ അടുത്ത് സിയാറത്തിന് പോകുന്നു, എവിടെയാണ് ബഗ്ദാദിലും മറ്റും ഞാൻ സിയാറത്തിന് പോകുന്നു എന്ന് പറയുമ്പോൾ തങ്ങളോട് പറഞ്ഞു, എന്താ വെച്ചാൽ മകനെയും കൂട്ടി ഞാൻ പോവാണെന്ന്. ആ ദുആന്റെ ഫലമാണ് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കുറത്തങ്ങൾ ഇത്രയും ഉയർന്ന ഒരു പദവിയിലേക്ക് അദ്ദേഹം എത്താൻ കാരണം. പിന്നീട് ആ തങ്ങൾക്ക് ഈ കുറത്തങ്ങൾക്ക് ആ അസുഖം ഉണ്ടായിട്ടുമില്ല സിയാറത്ത് കഴിഞ്ഞ് വന്നതിന്റെ ശേഷം. മനസ്സിലായിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്? അതുകൊണ്ട് കളിക്കുന്നത് കാര്യം. പിന്നെ ഒരു പ്രാവശ്യം തങ്ങൾ പറയുകയുണ്ടായി, ഉള്ളാൾ നിങ്ങൾ ഈ ഷേറ മുബാറക്കിന്റെ പ്രശ്നവും മറ്റെന്തല്ലോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നല്ലോ. അല്ല, അതിനു മുമ്പ് പലതും ഒരു കാതി പ്രശ്നം, ഒരു കഫറിന്റെ പ്രശ്നമൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഉള്ളാൾ തങ്ങൾ പറഞ്ഞു, എന്നെന്തും പറഞ്ഞോളൂ, എനിക്കത് പ്രശ്നമില്ല. പക്ഷേ എന്റെ മകൻ കോയമ്മയോടത് കളിക്കണ്ട, അത് അപകടകമായിരിക്കും എന്ന് ഉള്ളാൾ തങ്ങൾ പറഞ്ഞിരുന്നു. മനസ്സിലായത് നിങ്ങൾക്ക് കാര്യം? അത് അനുഭവത്തിൽ തന്നെ കിട്ടിയവരുണ്ട്. കുറത്തങ്ങളോട് കളിച്ചവർക്ക് അത് അള്ളാഹു കാണിച്ചിട്ടുമുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിക്കുക, അങ്ങനെയുള്ള സയ്യിദന്മാരെ നമ്മൾ ചെയ്യണം. തങ്ങന്മാരാണോ മുണ്ടാതിരിക്കുക, തങ്ങന്മാരാണോ മുണ്ടാതിരിക്കുക. ഒരാൾ പ്രസംഗിച്ചു, എന്താ അറിയോ? ഉള്ളാൾ തങ്ങളെ, ഞാൻ കുമ്പോളത്തെ വരക്കെ പറഞ്ഞു, ഞാൻ എപ്പോഴും കുമ്പോളത്തെ തങ്ങൾ ബന്ധുക്കളുകൊണ്ട് പറഞ്ഞത്. ഉള്ളാളൻ തങ്ങൾ പറഞ്ഞു, ഉള്ളാളൻ തങ്ങളെ രണ്ട് ഭാഗത്തും കിതാബ് മറിച്ച് നോക്കണം എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞത്? ഉള്ളാളും തങ്ങളോട് പറയും, രണ്ട് ഭാഗത്തും കിതാബ് മറിച്ച് നോക്കണം, പച്ച സാലിട്ടുകൊണ്ട് കാര്യം നടക്കൂല എന്ന്. നഊദു ബില്ലാഹ്. എന്തോ അദ്ദേഹം മരിച്ചു കഴിഞ്ഞു പോട്ടെ, അതെല്ലാം നിങ്ങൾക്കറിയാം. എത്രയോ പ്രശ്നമാണെന്ന്. ഞാനിപ്പോ പല ആൾക്കാരും മരിച്ചുകൊണ്ട് വളരെ സൂക്ഷിച്ച് സംസാരിക്കുന്നത്. ഇതൊക്കെ ഉള്ളാളം തങ്ങളടുത്തും വല്ലതും വാങ്ങിക്കെട്ടിയിട്ടുണ്ടോ? ഖലാസ്. ഏതുവരെ നിങ്ങൾ ചിന്തിക്കണം. ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് PM അടിക്കാതിരിക്കുക എന്നല്ലത്. എനിക്കിപ്പോ ഒന്നും പറയാൻ പറ്റില്ല, ഞാനത് നോക്കാനും പറ്റില്ല. ആയിരങ്ങൾ PM വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് പറഞ്ഞു. അതുകൊണ്ട് ഉള്ളാളം തങ്ങളെടുത്തോ അവരുടെ മകനോ ഏത് തങ്ങന്മാരെടുത്തോ പ്രത്യേകിച്ച് കുറത്തങ്ങടുത്തൊന്നും ഒന്നും നിങ്ങൾ പറയരുത് എന്ന് പ്രത്യേകിച്ച് ഉണ്ട്. ഇതിന് മറ്റൊരു പ്രശ്നങ്ങൾ വേറെയും ഞങ്ങൾക്കെന്ന് പറഞ്ഞുണ്ട്. ഈ നേരത്തെ ഉസ്താദന്മാർ കുറെ ആൾക്കാരുണ്ടാവും ഇവിടെ. പയ്യന്നൂരിനടുത്ത് എട്ടിക്കുളത്ത് ഏഴുമല നാവിക അക്കാദമി ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നു. വളരെ കാലം മുമ്പാണത്. ഇന്നിപ്പോ വന്ന് ഉദ്ഘാടനമൊക്കെ നടന്നു. ആ കാലത്ത് ഞങ്ങൾ അതിന്, അന്ന് ഞാൻ SSFന്റെ ഒരു എളിയ ഒരു പ്രവർത്തകനായിരുന്നു, SSF ഞങ്ങൾ നിവേദനവും മറ്റും അയച്ചു കൊടുത്തിരുന്നു. എന്താണ്? അന്ന് നമ്മുടെ ഉള്ളാൾ തങ്ങൾ നിലനിൽക്കുന്ന വീടടക്കം അവരന്ന് ജപ്തി ചെയ്ത് കൊണ്ടുപോകാൻ തീരുമാനിച്ചിരുന്നു. അവിടെയുള്ള കുറെ 2-3 പള്ളികളും അതൊക്കെ ജമീയത്തുൽ ഉലമ കണ്ണൂർ ജില്ലയിൽ ഇടപെട്ടിട്ടാണ് അവസാനം എന്തൊക്കെയോ ആയി. തങ്ങളുടെ വീടൊക്കെ മാറ്റിയിട്ടാണ് അവരെന്താക്കി ഇപ്പോൾ അവിടെ അക്കാദമി. അത് നിങ്ങളുടെ ചരിത്രമാണ്. അത് ഉള്ളാളം തങ്ങൾ ഉള്ളത് കൊണ്ട് അവരെ അന്നത്തെ ഗവൺമെന്റ് അടക്കം ഉള്ളാൾ തങ്ങളെ ബഹുമാനിച്ചിരുന്നു. നിങ്ങൾ മനസ്സിലാക്കണോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, അങ്ങനെ ഉള്ളാളം തങ്ങളോട് ഞാൻ ചോദിച്ചു എന്താ ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഈ സമയത്ത് എന്റെ മരുമകനോട് നിങ്ങൾ ഒന്നും ആ സമയത്ത് പ്രത്യേകിച്ച് പറയാൻ പാടില്ല, ഭ്രാന്തെന്ന് പറഞ്ഞു, ഒന്നും പരിഹസിക്കരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നപ്പോൾ ഒരാളെ നോക്കിക്കൊണ്ട് തങ്ങൾ പറഞ്ഞു, നിന്നെ എനിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മണക്കുന്നടാന്ന് പറഞ്ഞു. ആ തങ്ങൾക്ക് അറിയില്ല, നിന്നെ എനിക്ക് കണ്ണൂർ സെൻട്രൽ ജയിലിൽ മണക്കുന്നടാ എന്ന് പറഞ്ഞു. ഈ ജസ്ബിന്റെ ഹാലിൽ കറക്റ്റാണ്. അദ്ദേഹം ഞങ്ങളുടെ നാട്ടിലെ ഒരു കൊലയാളി ആയിരുന്നു. ഒരു ഉസ്താദ് അവസാനം സാക്ഷിയിൽ നിന്ന് മാറിയത്
കൊണ്ട് അദ്ദേഹം സെൻട്രലിൽ നിന്ന് ഒഴിവായി എന്ന് പറയാം. എന്നൊരു സംഭവമുണ്ട്. നിങ്ങൾ എന്താ പറയാൻ എനിക്കറിയില്ല. കറി വെക്കുന്ന ചെറിയൊരു കോയക്ക പച്ചക്കറി. നിങ്ങൾ പല ആൾക്കാരും പലതും പറയും. ഞങ്ങൾ കൊയക്ക എന്നൊക്കെ ഞങ്ങൾ പറയും. നിങ്ങൾ എന്താ പറയുന്നത് എനിക്കറിയില്ല. അറിയോ എന്നൊരു അറിയോ? നിങ്ങൾ എന്താ പറഞ്ഞത്? കോവക്ക. എന്തെങ്കിലും ആയിക്കോട്ടെ, നിങ്ങളുടെ ഭാഷ എന്തായാലും നടക്കില്ല. അത് ഞങ്ങളുടെ നാട്ടിൽ ഭയങ്കര കൃഷി കൂടുതലായിരുന്നു. അപ്പൊ ഈ തങ്ങൾക്ക് ഓരോ വീട്ടില് ഓരോ നേരമാണ് ഭക്ഷണം. ഉച്ചക്കൊരു വീട്ടില്, രാത്രി ഒരു വീട്ടില്, രാവിലെ ഒരു വീട്ടില്. അപ്പൊ മിക്ക ആൾക്കാരും ഈ വേറെ കുറച്ച് ഉൾപ്രദേശമായതുകൊണ്ട് അന്ന് വാഹന സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ പച്ചക്കറിയൊക്കെ കറി വെച്ച് കൊടുക്കും. അങ്ങനെ തങ്ങൾക്കൊരു വീട്ടിൽ നിന്ന് രാത്രി ഒരു വീട്ടിൽ നിന്ന് കൊയക്കക്കറി വെച്ചു കൊടുത്തു. അത് കഴിച്ചു. പിറ്റേന്ന് രാവിലെ മറ്റൊരു പറയുന്നായിരുന്നു, അവിടുന്ന് ഒരു കൊയക്കക്കറി വെച്ചു കൊടുത്തു. മൂന്നാമത് ഉച്ചക്കത്തെ വീട്ടിൽ നിന്ന് ഒരു കൊയക്കക്കറി. ഇങ്ങനെ തങ്ങൾക്ക് ഒരു വീട്ടിൽ നിന്ന് ഒരു പ്രാവശ്യം കൊടുത്തിട്ടുള്ളെങ്കിലും തങ്ങൾക്ക് ഈ കോയക്കക്കറി കിട്ടിയത് ഇങ്ങനെയായിരുന്നു. അങ്ങനെ രണ്ടാമത്തെ ദിവസത്തിൽ ഒരാള് വെള്ളവും എടുത്ത് വന്നു. തങ്ങളെ കോയവക്കക്കറിക്ക് ഇവിടെ എന്തോ രോഗം വന്നിട്ട് എല്ലാം ഉണങ്ങിപ്പോകും. നിങ്ങളെ തങ്ങ ഒന്ന് മന്ത്രിച്ച് വെള്ളം തരണം ഈ കോയന്റെ വള്ളിയിൽ പാരാൻ എന്ന് പറഞ്ഞു. തങ്ങ വെള്ളം എടുത്തിട്ട് പറഞ്ഞു, നിങ്ങളെ ഈ കോയക്ക കൊണ്ട് രാവിലെയും വൈകുന്നേരം ഒക്കെ പിന്നെ എനിക്ക് ഇതെന്റെ കറി, നിങ്ങളുടെ ആലൂർക്കാരെ എല്ലാ കൊയക്കക്കറിയും കൊയക്കി ഉണങ്ങിപ്പോകും എന്ന് പറഞ്ഞു. ഖലാസ് തങ്ങ പറഞ്ഞു തന്നെയാണ്. ആ കൊല്ലം ആലൂർത്ത മുഴുവനും കൊയക്ക ഉണങ്ങിപ്പോയി. പിന്നീട് ഇത് എന്താണ് സംഭവം എന്നറിയപ്പോൾ തങ്ങൾ ഇങ്ങനെ പറഞ്ഞതായ അനുഭവം അവർ വന്നിട്ട് പറഞ്ഞു. ഉടൻ തങ്ങൾ വീണ്ടും മന്ത്രിച്ചതിന്റെ ശേഷം ഇങ്ങനെ ചെയ്തു. ഇത് ഉള്ളാൽ തങ്ങളുടെ പെങ്ങളുടെ മകന്റെ കറാമത്താണ്. ഇന്നും തങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞുതരാം. അതുകൊണ്ട് തങ്ങന്മാരെ നിങ്ങൾ എന്താണ് AP ഉസ്താദിന്റെ കൂടെ ഉള്ളാളം തങ്ങൾ ഹക്കിന്റെ പാർട്ടിയിൽ നിന്നതാണോ നിങ്ങൾക്കത് യോജിക്കാതിരുന്നത്? നിങ്ങൾ ആരെയാണ് എതിർക്കുന്നത് എന്ന് പ്രത്യേകിച്ച് ആരെങ്കിലും ഉള്ളാളം തങ്ങളെയോ AP ഉസ്താദിനെയോ അവരെ എതിർക്ക് നിങ്ങളുടെ വിരോധം എനിക്ക് അവരെ സാധാരണക്കാരോടൊന്നും പറയാനില്ല. കാരണം അവര് വിവരമില്ലാത്ത പറഞ്ഞതാണ്. വിവരമുള്ള ഏതെങ്കിലും മുസ്ലിംമാർ എന്നെ പോലത്തെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഇങ്ങനെ അവരെക്കുറിച്ച് മോശമായി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അവർക്ക് ആക്ടിവത്ത് നന്നാകാൻ വേണ്ടി ആ ചെയ്തിയിൽ നിന്ന് മാറി നിൽക്കണമെന്ന് സാന്ദർഭികമായി ഞാൻ ഉണർത്തുന്നു. പിന്നീട് ഒരിക്കൽ മറ്റൊരു സ്വഭാവം ഉണ്ടായി. ഈ പള്ളിയിൽ ഉസ്താദന്മാര് നട്ടുവളർത്തിയ ഒരു പള്ളിയിൽ തോട്ടം കുറച്ച് കഴിയുമ്പതും പഴുത്ത് ഒന്നോ രണ്ടോ പഴുത്തപ്പോൾ തങ്ങൾ പറഞ്ഞു, അത് കൊത്തിവെക്ക്, നാളെ മറ്റന്നാ നമുക്ക് ഇവിടുന്ന് ഒരു മൗലൂദ് എഴുതി അത് നമുക്ക് ചീരണിയായി കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ന്യായമുള്ള ഒരു ചങ്ങായി പറഞ്ഞു, അത് പള്ളിന്റെ സാധനമാണ്, പള്ളിന്റെ അല്ല യഥാർത്ഥത്തില്, അതിലെങ്ങനെയാണ് പിന്നെ മൗലൂദ് കഴിക്കുക? അത് പറ്റൂല, അത് വിറ്റിട്ട് പൈസ പള്ളിക്കെടുക്കണം എന്നൊരാൾ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്കണം, ഉള്ളാൾ തങ്ങളുടെ കുടുംബത്തിന്റെ പിന്നെ കറാമത്ത് ഇങ്ങനെയാണെങ്കിൽ. ഞാൻ ഇന്നലെ പിന്നെ പബ്ലിക്കിൽ ഞാനാണ് ആദ്യമായിട്ട് ആ സംഭവം അറിയുന്നത്. അതുപോലെ എനിക്ക് പിന്നെ പബ്ലിക്കിൽ നമ്മളെ അഡ്മിന്മാരെ അറിയിക്കാൻ സാധിച്ചില്ല. അത്രയും മാനസികമായി തളർന്ന സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഈ സംഭവം നിങ്ങൾ തങ്ങന്മാരെയും സീതന്മാരെയും, ഇത് ഉള്ളാൾ തങ്ങൾ എന്നുള്ള ഏത് സീതന്മാരെയും, നാം ഏതെങ്കിലും സീതന്മാരെ നമ്മൾ മറുപക്ഷത്തിലുള്ള തങ്ങന്മാരെ നമ്മൾ പറയുന്നുണ്ടോ? നിങ്ങൾക്ക് അതുപോലും ചിന്തിച്ചൂടെ? AP വിരോധം തങ്ങന്മാരുടെ പെരടിക്ക് കയറണോ? എന്താവുമെന്ന് എനിക്ക് പറയാൻ പറ്റുകയില്ല. അതുകൊണ്ട് സയ്യിദന്മാരെ പ്രത്യേകിച്ച് അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞ കാര്യമാണ് സയ്യിദന്മാരെ ബഹുമാനിക്കണം എന്നുള്ളത്. ലാ അസ്അലുക്കും അലൈഹി എന്ന അല്ലെ ഇല്ലൽ മവദ്ദത ബിൽ ഖുർബ എന്ന് അല്ലാഹു തആല അതുപോലെ ഒരു ആയത്താണ് ഉള്ളത്. തെറ്റിപ്പോയെന്നെങ്കിലും ഉണ്ട്. തങ്ങന്മാരോട് ബഹുമാനിക്കുക എന്നല്ലാതെ മറ്റൊരു പ്രതിഫലം ഞാൻ ചോദിക്കുന്നില്ല എന്ന് നബിയെ തങ്ങൾ പറയുക എന്ന് പറഞ്ഞു. ഇത് ഖുർആനിൽ തന്നെ തങ്ങന്മാരെ ബഹുമാനിക്കാൻ പറഞ്ഞ കാര്യമാണ്. അതുകൊണ്ട് സയ്യിദന്മാരെ പ്രത്യേകിച്ച് അത് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തങ്ങളെ കൂടുതൽ എനിക്ക് പറയാനുണ്ട്. ആ വിഷയത്തിലേക്കല്ല ഞാൻ പോകുന്നത്. ഞാൻ തങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നതാണ്. അങ്ങനെ എന്നാ പിന്നെ തങ്ങൾ പറഞ്ഞു, എന്നാ പിന്നെ നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഈ വായക്കൊല കൊത്തിക്കൊണ്ട് അവിടെ വെച്ചു. 1, 2, 3, 4 ദിവസം കഴിഞ്ഞിട്ടും ഇതില്ല. ആഴ്ചകൾ വെച്ചിട്ടും ഇത് പോയി പഴുക്കുന്നില്ല. മൂപ്പഴുത്തി മുമ്പ് 1, 2
പഴുത്ത പഴം പിന്നെ പഴുക്കുന്നില്ല. പിന്നെ 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഇത് പഴുക്ക ചോദിച്ചപ്പോൾ പറഞ്ഞു തങ്ങൾ ഇന്ന പോലെ പറഞ്ഞിട്ടുണ്ട്, അത് അത് നമ്മൾ ഒരു മൗലൂദ് ഓതി അതിന് ചീരണി കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ നാട്ടുകാർക്ക് ബോധം വരികയും തങ്ങളോട് പോയി സംഭവം പറയുകയും തങ്ങൾ പറഞ്ഞു ഓക്കെ സാരമില്ല, അത് നാളേക്ക് പഴുത്തോളൂ, നാളെ നമുക്ക് മൗലൂദ് കഴിക്കാന്ന് പറഞ്ഞു. നാളേക്ക് അത് പഴുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഉള്ളാൾ തങ്ങൾ പറഞ്ഞത് ഇൽമ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടെങ്കിലും വിലായത്ത് കുഞ്ഞിത്തങ്ങൾക്കാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ഉള്ളാൾ നിങ്ങൾ പറഞ്ഞത്. നിങ്ങൾക്ക് മനസ്സിലായോ? അതുകൊണ്ട് സയ്യിദന്മാരെ തൊട്ട് കളിക്കരുത് എന്നൊക്കെ പ്രത്യേകിച്ച് പറയാനുണ്ട്. അത് മാത്രമല്ല ആദൂരും ആദൂറും ആലൂരും തമ്മിൽ വ്യത്യാസമുണ്ട്. കാസർഗോഡിൽ നിന്ന് കിഴക്കോടുള്ള സ്ഥലമാണ് ആദൂര്. അവിടെ പ്രധാനപ്പെട്ട സയ്യിദന്മാരുണ്ട്. അത് നിങ്ങൾ ഇപ്പോഴും ഇന്നും ഉണ്ട്. അതൊന്നും ഇപ്പൊ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആ സയ്യിദന്മാര് ഇന്ന് കല്യാണം കഴിക്കാത്ത ഒരു സയ്യിദുണ്ട്, ആറ്റുതങ്ങൾ എന്ന് പറഞ്ഞിട്ട് തങ്ങളുണ്ട്. ഏത് കള്ളന്മാരും ഇത് കർണാടകയിലുള്ളവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ, കർണാടകയിലെ ആരെങ്കിലും അല്ലല്ല ആലൂര് അല്ല ഞാൻ പറഞ്ഞ ആദൂരാണ് ഞാൻ പറഞ്ഞത്. ആലൂർ എന്റെ പ്രദേശമാണ്. കർണാടകയിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ അവിടെ കർണാടകയില് പഴയ ഭാഗത്തുള്ള ആൾക്കാർക്കൊക്കെ ഹിന്ദുക്കൾക്കൊക്കെ ഭയങ്കര തോട്ടങ്ങൾ ഉണ്ടാവും. അവിടുത്തെ കുറെ ആൾക്കാർ താമസമില്ലാത്ത ഏരിയ. അപ്പൊ അവിടുന്ന് അടക്കയും തേങ്ങയും കൊലയും ഒക്കെ കളവ് പോവും. അപ്പൊ കഴിഞ്ഞാൽ ഇത് ആദൂര്. പിന്നെ ആ കള്ളന്മാർക്ക് അവിടെ കള്ളന്മാര് വരികയും അവർക്ക് പോവാൻ തിരിയാതെ നേരം വെളുക്കുന്നത് വരെ ആ തോട്ടത്തിൽ കറങ്ങുകയും രാവിലെ കൈയോടെ പിടിക്കുകയും ചെയ്ത സംഭവമുണ്ട്. അതിനും പുറമെ പിന്നെ അവിടെ പാമ്പുകൾ വന്ന് ഇവരെ കണ്ടിട്ട് ഓടിയവരും ഉണ്ട്. ഇതൊക്കെ ഇന്നും നിലനിൽക്കുന്നതാണ്. ഈ ആറ്റുതങ്ങൾ ഇന്നും ഹയാത്തിൽ തന്നെ ഉണ്ട്. ആർക്കെങ്കിലും ഉണ്ടായാൽ തങ്ങളോട് ഒരു വാക്ക് പറഞ്ഞാൽ മതി. നിരവധി ക്യാൻസറുകളും മറ്റുണ്ടായാൽ തങ്ങളൊരു നിസ്സാര രീതിയിലാ പറയല്, അത് വേണ്ട, അത് പോയിക്കോളൂ, അത് വേണ്ട, അത് പോയിക്കോളൂ എന്ന് ആ വാക്ക് കിട്ടാൻ വേണ്ടി ഇന്നും ആദൂർ പോലീസ് സ്റ്റേഷന്റെ അടുത്ത് ഇറങ്ങിയിട്ട് ഒരു 3/4 കിലോമീറ്ററോടെ നടന്നാൽ ഈ സ്ഥലത്തെത്താം. അതും തങ്ങളുടെ കുടുംബക്കാരാണ് എന്ന് മനസ്സിലാക്കുന്നു. ഈ തങ്ങളുടെ ഒരു പെങ്ങളെ കല്യാണം കഴിച്ച് ഉമ്പു തങ്ങൾ എന്ന് അറിയപ്പെടുന്ന ആദൂരിൽ തങ്ങളാണ്. അവരും ഇപ്പൊ 4-5 വർഷം മുമ്പ് വഫാത്തായി പോയിട്ടുണ്ട്. അതുകൊണ്ട് സയ്യിദന്മാരെ കുറിച്ച് പ്രത്യേകിച്ച് തങ്ങളെ കുറിച്ച് നീണ്ടത് ഇപ്പൊ ബാക്കിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. കുമ്പോൾ തങ്ങൾ, സയ്യിദ് ആറ്റക്കോയ തങ്ങൾ, ഷാദിയന്റെ സെക്രട്ടറിയും മാനേജറുമായ കുമ്പോൾ തങ്ങളെ കെട്ടിയിരിക്കുന്നത് ഉള്ളാൾ തങ്ങളുടെ മകളെയാണ്. അത് അറിയില്ല. അപ്രകാരം തന്നെ തൃക്കരിപ്പൂർ മുദരിസായിരുന്ന ജമലുൽ തങ്ങൾ, അങ്ങനെ ഹുസൈൻ തങ്ങൾ, കുറെ തങ്ങന്മാരെ കുടുംബവും അവരെ കാര്യമൊക്കെ പറയാനുണ്ട്. അതുകൊണ്ട് തങ്ങളെക്കുറിച്ച് പഠിച്ചേ പറ്റുകയുള്ളൂ എന്ന് ആദ്യമായി നിങ്ങൾ ഉണർത്തുകയാണ്. അത് പോട്ടെ. അങ്ങനെ ഉള്ളാൾ തങ്ങളെ അംഗീകാരം പിടിച്ച് സമസ്തന്റെ അധ്യക്ഷ പദവിയിൽ ഇരുത്തിയ ആളാണ് കണ്ണിയത്ത് ഉസ്താദ്. അതുകൊണ്ട് കണ്ണിയത്ത് ഉസ്താദിന്റെ പൊരുത്തം വേണോ? ഞങ്ങൾ കണ്ണിയത്തിന്റെ ആളാണെന്ന് പറഞ്ഞു നടന്ന പോയാ അത് സ്റ്റേജിൽ ഇരുത്തി, ഈ അധ്യക്ഷതയിൽ ഇരുത്തി കാണിച്ചു തന്നതാരാണ്? നമ്മുടെ കണ്ണിയത്ത് ഉസ്താദാണ്. ആ അധ്യക്ഷനാണ് ഇന്നത്തെ ഉള്ളാളം തങ്ങൾ. അവരുടെ നേതൃത്വമാണ് നമ്മൾ സ്വീകരിച്ചു വരുന്നത്. അതുകൊണ്ട് അത് മുഖം കെട്ടു, അത് കെട്ടു എന്നൊന്ന് പറഞ്ഞ് നടക്കേണ്ട ആവശ്യമില്ല. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. മറ്റൊരു സംഭവവും കൂടി ഉണ്ടായ ചരിത്രം ഉള്ളാൾ തങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിരുന്നു. ഉള്ളാൾ തങ്ങൾ ദുബായിൽ വരാറുണ്ട്. വന്ന സമയത്ത് ഞാൻ നേരിട്ട് ഈ മരുമകന്റെ ബന്ധത്തിൽ കൂടി പല പ്രാവശ്യം എന്നോട് ചോദിക്കാറുണ്ട്, എങ്ങനെയുണ്ട്, സുഖമുണ്ടോ? അപ്പൊ ഇടക്കിടക്ക് ഒരു 3 മാസം അസുഖം വരും, വീണ്ടും വരും, ഇങ്ങനെ വരും. ഇപ്പോൾ അജലബി തങ്ങൾ എന്നാണ്. ഈ തങ്ങൾക്കും ഈ അസുഖമുണ്ട്. ഇത് നിങ്ങൾ പ്രത്യേകിച്ചിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചില അലാമത്തുകൾ അവർക്കുണ്ടാകും, ശ്രദ്ധിച്ചു കൊള്ളണം. കുമ്പോൾ തങ്ങന്മാരുടെ ഒരു കറാമത്തൊന്ന് ഞാൻ പറഞ്ഞുതരാം. കുമ്പോൾ തങ്ങന്മാരുടെ ഇപ്പോൾ ഉണ്ടാകുന്ന കേസ് ആറ്റക്കോയ തങ്ങളുടെ ഉപ്പ ഫസൽ തങ്ങൾ ഉണ്ടായിരുന്നു. അവർക്ക് അല്പം കേൾവി കുറവാണ്. അതായത് പൊട്ടനായിട്ടല്ല, കേൾവി കുറവ്, സംസാരിച്ചാൽ കേൾക്കും. അത് ഫസൽ തങ്ങൾക്കും ഉണ്ടായിരുന്നു. ഞാൻ ഫസൽ തങ്ങളെ നേരിട്ട് കണ്ട ആളാണ്. അവരുടെ പൂക്കോയത്തങ്ങള് തങ്ങൾക്കും ഈ അസുഖമുണ്ട്. അതുകൊണ്ട് അവരുടെ അലാമത്ത് മനസ്സിലാകുന്നത് കേൾവി കുറവ് ആരാണോ അവർ അതിൽ ആ സംഭവമാണ്. ഇന്ന് ആ കേൾവി കുറവുള്ളത് കുഞ്ഞിക്കോയത്തങ്ങൾക്കാണ്. അതുകൊണ്ട് കുഞ്ഞുകോയത്തങ്ങളാണ് ഇന്നും ജനങ്ങളുടെ പരാതി കേൾക്കാൻ കുമ്പോൾ തറവാട്ടിൽ ഇരിക്കുന്നത്. ഇനി ആറ്റക്കോയ തങ്ങളോട് തന്നെ പറഞ്ഞാൽ തന്നെ ആറ്റക്കോയ പറയും, എന്റെ അഞ്ചൻ
കുഞ്ഞിക്കോയ തങ്ങളുണ്ട്, കുഞ്ഞിത്തങ്ങളോട് പോയി പറഞ്ഞോളൂ എന്ന്. അതുകൊണ്ട് അങ്ങനെയുള്ള പല കറാമത്തുകളും അസറുകളാണ്. ഇന്നും അവരെ കുടുംബത്തിൽ അല്പം ഒരു കേൾവി കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ, സംഭവം അത് കാര്യമാണ്. അതുകൊണ്ട് ഓരോന്നിനും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഈ ഒരു പ്രശ്നം കുറത്തങ്ങൾക്കുണ്ടായിരുന്നു. അപ്പൊ അവരുടെ പിതാക്കന്മാർക്കുണ്ടോന്ന് പിന്നെ എനിക്ക് ഉള്ളാദൻ തങ്ങൾ വലിയൊരു ആലിമും ഞാൻ ബഹുമാനിക്കുന്നു, ഞാൻ ഒരു ചെറിയ പയ്യനുമായതുകൊണ്ട് ഇതൊന്നും ചോദിക്കാൻ പറ്റിയിട്ടില്ല. തങ്ങളായതുകൊണ്ട് ബാക്കിയൊക്കെ പല ആൾക്കാരോട് ഞാൻ ചോദിച്ചു, ഈ കസ്റ്റമസ്ലാരോട് അടക്കം ഞാൻ കാര്യം ചോദിച്ചു, പല അവരുടെ കുടുംബത്തെ കുറിച്ചും എല്ലാ കാര്യവും അവിടുന്ന് എൻ്റെ അടുത്ത് പറഞ്ഞത്. എൻ്റെ ഒരു സഹോദരൻ ഉമർ, എന്താ മൂപ്പരുടെ പേര്, ഇ.കെ. ഉമർ മുസ്ലിയാർ ഒർലഫാത്തായി. ഇപ്പൊ അവരുടെ ശൃംഖലയിൽ വീണ്ടും ഇ.കെ. മുഹമ്മദ് മുസ്ലിയാറൊക്കെ ഉണ്ടല്ലോ, നിങ്ങൾക്കറിയില്ലേ. അതൊക്കെ അവർ പരമ്പരയിലുണ്ടതാ, അതൊന്നും എതിർത്തിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു പ്രാവശ്യം ഉള്ളാളത്തേക്ക് മതപ്രസംഗ ഉറൂസ് നടക്കുകയാണ്. 5 വർഷത്താണ് ഉള്ളാളത്ത് ഉറൂസ് നടക്കുന്നത്. നിങ്ങൾ സയ്യിദന്മാരെ ആരെങ്കിലും അവഹേളിക്കരുത്. നിങ്ങൾ ഫാത്തിഹ ഓതിക്കോളൂ, നിങ്ങൾ യാസീൻ നേർച്ചയായിക്കോളൂ. ഇൻഷാ അല്ലാഹ് ഉള്ളാളം തങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്ത് മുറാദ് ഹാസിലാക്കി കൊടുത്ത് തവസ്സുൽ ചെയ്തോളും. നിർബന്ധമായും തീർച്ചയായും നിങ്ങൾക്ക് ഉത്തരം ലഭിച്ചിരിക്കും. അതുകൊണ്ട് ആരും തങ്ങളെക്കുറിച്ച് ഒന്നും പറഞ്ഞു പോരുത്, വിരോധമുള്ളവരും മിണ്ടാതിരിക്കുക എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നമ്മുടെ റൂമിലത്തെ ആൾക്കാരെ കുറിച്ചല്ല പറഞ്ഞത്. ആരെങ്കിലും ഈ റൂമിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇതാ സയ്യിദന്മാരോട് കളിക്കുന്നത് മഹാപിഴവാണ് എന്ന് ചിന്തിക്കണം. എന്റെ അനുഭവം, നിരവധി അനുഭവമുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം ഇൻഷാ അല്ലാഹ്. കണ്ണിയത്ത് ഉസ്താദിന് സയ്യിദന്മാർ എന്ന് പറഞ്ഞാൽ തീർന്നു. ഞങ്ങൾക്കറിയാം, സയ്യിദന്മാർ എന്ന് പറഞ്ഞാൽ കണ്ണിയത്ത് ഉസ്താദിനപ്പുറം ഒന്നും പറയുകയില്ല. പിന്നെ ഉള്ളാൾ തങ്ങളെ അത്രയും ബഹുമാനിച്ചിരുന്നു കണ്ണിയത്ത്. ശിഷ്യനാണ്, അതേപോലെ തമാശ രൂപത്തിൽ പെരുമാറിയിരുന്നതായി ഞാൻ കണ്ടു. കണ്ണിയത്ത് ഉസ്താദിനെ പലതും ഇങ്ങനെ തമാശ രൂപത്തിൽ പെരുമാറുന്നത് ഞാൻ കണ്ടു. അപ്പൊ ഞാൻ ചിന്തിച്ചു, എന്താണെന്നറിയോ, അങ്ങനെ ഞാൻ ചിത്താർ ഉസ്താദോട് ചോദിച്ചു എന്താന്ന് പറഞ്ഞു. അത് പറഞ്ഞ് കണ്ണിയത്ത് ഉസ്താദ് എന്ന് പറഞ്ഞാൽ ഹൃദയം. അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിന്റെ കാര്യങ്ങൾ ഞാൻ ചോദിച്ചപ്പോൾ ഉള്ളാളന്തങ്ങള് ചിത്താരി ഉസ്താദൊക്കെ പറഞ്ഞ കഥകൾ ചേർത്താൽ അത്ഭുതമായിരുന്നു. കണ്ണിയത്ത് ഉസ്താദിന് 2 ഭാര്യമാരുണ്ടായിരുന്നു. നിങ്ങൾ നോക്കൂ, അവരെ കൊണ്ടേമ പഠിക്കേണ്ടത്, അവരെ നേതൃത്വമാണുള്ളത്. എന്റെ അടുത്ത് പല ആൾക്കാരും പറഞ്ഞു, നിങ്ങൾ എന്തിനാണ് ആ പക്ഷത്ത് കൂടിയത്, ഏപ്പിന്റെ കൂടെ കൂടിയത്, ഏപ്പിന്റെ കാന്തം നിങ്ങൾക്ക് വാദിച്ചിരിക്കുന്നെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞത് ഏപ്പിന്റെ കാന്തമല്ല, സുന്നത്ത് ജമാഅത്തിന്റെ കാന്തമാണ് എനിക്കുള്ളത് എന്നാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾ പറയാനുള്ളത്, ആ സമയത്ത് പോലും കണ്ണിയത്ത് ഉസ്താദ് ചെയ്യുന്ന കാര്യം എന്താണെന്നറിയോ, ഒരു തേങ്ങ എടുത്താൽ 2 ഭാര്യമാർക്ക് ഇത് പകുതി ഒരു പിളർപ്പാക്കി കൊടുക്കണം. ആ സമയത്ത് കണ്ണിയത്ത് കത്തിയെടുക്കും, എന്നിട്ട് പറയും അല്ലാഹുവേ ഇതാ ഞാൻ നിഷ്പക്ഷമായി, അതുപോലുള്ള വാക്കുകൾ, ആ വാക്ക് എനിക്ക് കൃത്യമായി പറഞ്ഞോളുന്നില്ല, ഇതാ ഞാൻ ഈ തേങ്ങ 2 പിളർപ്പാക്കുന്നു, ഇത് ഒരു ഭാഗത്ത് ചെറുതും വലുതുമാകാം, പക്ഷെ അത് എന്റെ ഒരു ഭാഗത്തുള്ള ഒരു പക്ഷം ചേരലല്ല, അതുകൊണ്ട് റബ്ബേ ഇതിന് ഞാൻ ഉത്തരവാദിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ചിരട്ട കൊത്തുകയും 2 പിളർപ്പാവുകയും ഓരോ ഭാര്യനെയും വിളിച്ച് ഇതാ നീ ഇത് തൃപ്തിപ്പെട്ടോ എന്ന് ചോദിക്കും. അപ്പോൾ ഞാൻ തൃപ്തിപ്പെട്ടു, ഞാൻ പെട്ടു എന്ന് ഓരോ ഭാര്യന്മാരെ കൊണ്ടും അംഗീകരിക്കേണ്ടത്. ഏതെന്റെയും അണ്ടയുടെയും അടോടനെയും മുമ്പിൽ എന്തെങ്കിലും ചേർത്തുകൊണ്ട് അവരെ അംഗീകരിക്കുകയല്ല വേണ്ടത്. അത്ര മാത്രമുണ്ട്. ഇത് മാത്രമല്ല, ചിത്താരി ഉസ്താദ് പറഞ്ഞ നിരവധി കാര്യങ്ങൾ കണ്ണിയത്ത് ഉസ്താദിനെ കുറിച്ച് അറിയാം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, നിന്നെ ഞാൻ കണ്ണിയത്തിന്റെ അടുത്ത് കൊണ്ടുപോയിട്ട് ഇരുത്തുടാ, നീ പേടിക്കണടാ, നീ ആലിമീങ്ങളെ ബഹുമാനിക്കുന്നവനടാ, നിന്നെ ആലിമീങ്ങളെ ഖാദിമായി എന്ന് പറഞ്ഞ ചിത്താരി ഉസ്താദ് ഇന്നും എനിക്ക് ഉസ്താദിന്റെ പൊരുത്തമാണ്. ചിത്താരി ഉസ്താദിന്റെ എന്തെങ്കിലും ഒരു ഫിഖഹിന്റെ ഫതീഹയും പൊരുത്തം കൊണ്ട് മാത്രമാണ്. ഞാൻ കിതാബ് ഓതിയിട്ടേ ഇല്ല എന്നതാണ്. പക്ഷെ എന്തെങ്കിലും ഒരു ഫിഖഹിന്റെ ഒരു മസാല എനിക്ക് അറിയുന്നെങ്കിൽ അത് എന്നോട് പല പ്രാവശ്യം ചിത്താരി ഉസ്താദ് പറഞ്ഞിരുന്നു, എസ്റ്റെപ്പ് പിന്നെ ഉണ്ടാക്കടാ, നീ അത് കിതാബ് ഓതി പഠിക്കടാ എന്ന് എന്നെ പല പ്രാവശ്യം പറഞ്ഞിരുന്നു. അന്ന് ഞാൻ SSF ഉണ്ടാക്കാൻ പോയ കാലമായിരുന്നു. അന്നൊന്നും ആ സംഭവം തിരിഞ്ഞിരുന്നില്ല, പ്രായം വളരെ കാര്യമായിരുന്നു. അങ്ങനെ ഇത് മാത്രമല്ല, വാഴക്കാട് മീൻ വാങ്ങാൻ പോണ്ടി പോവും കണ്ണിയത്ത് ഉസ്താദ്. നിങ്ങൾ മനസ്സിലാക്കൂ, അത് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് ക്രമേണ നമ്മുടെ സമസ്തക്ക് നേതൃത്വം വഹിച്ച നേതാക്കന്മാര് ആര് എന്ന് ഇതൊക്കെ പറയാനായിട്ട് പറ്റിയ എത്രയോ ആലിമീങ്ങൾ എന്റെ ഈ റൂമിൽ തന്നെ ഉണ്ട്. അവരാരും മൈക്കിൽ കൈ ഉയർത്തുന്നില്ല, അതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല, ഇപ്പൊ നിർത്തും ഇൻഷാ അല്ലാഹ്.
അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി വന്നാൽ നിങ്ങൾ മനസ്സിലാക്കണം, മീൻ അതല്ല ഞാൻ പറയാം, ഇപ്പൊ പറയാൻ കഴിയില്ലോ. ഗണ്യത്ത് ഉസ്താദ് മരക്കച്ചവടം തുടങ്ങിയതും അതേ തന്നെ സഹിക്കാൻ വേണ്ടി മുഴുവൻ പരഭാഗത്തേക്ക് പോയി വിരിപ്പിച്ച് കടം വീടി, ഇതൊക്കെ ചെറുപ്പക്കാർ ഉണ്ടെങ്കിൽ അവരൊക്കെ നിങ്ങൾ പോയി സിയാറത്ത് ചെയ്യും. ഗണ്യത്ത് സ്ഥലങ്ങൾക്ക് എന്താ മനസ്സിലാക്കുന്നത്? ആ കാര്യങ്ങൾക്ക് മനസ്സിലാക്കണം. അങ്ങനെ നിങ്ങൾ മീൻ വാങ്ങാൻ പോയ കഥ പറയുന്നു. വാഴക്കാട് ആ മാർക്കറ്റിൽ മീൻ വാങ്ങാൻ വേണ്ടി വാങ്ങുമ്പോൾ അവിടെ മുക്കുവത്തി എന്നോ മുക്കുവത്തിന്നോ എന്തെങ്കിലും മീൻ വിൽപ്പനക്കാരി അവിടെ ഉണ്ടാവുമ്പോൾ ഇതെന്താ മീന്, ഇതിന് എത്ര വില എന്നൊക്കെ ചോദിക്കും. എന്നാൽ മൈക്ക് പോയിന്ന് നേരെയുള്ളവരെ അടിച്ചതോ PM അടിച്ചിരിക്കുകയാണ് പറയാ, അടിക്കുക പോയിട്ടില്ല അല്ലെ. അപ്പൊ അദ്ദേഹത്തിന് നോക്കിക്കുള്ളവരെ മൈക്ക് കേട്ടോ. അങ്ങനെ മീൻ വാങ്ങാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ നിർബന്ധമാണല്ലോ, നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ ഈ സാധനത്തിന് നിനക്ക് 100 രൂപ, ഉദാഹരണം ഞാൻ നിനക്ക് വിറ്റു എന്ന് പറയുമ്പോൾ വാങ്ങന്താൾ പറയണം ഞാൻ 100 രൂപക്ക് അത് കബൂൽ ചെയ്തു എന്ന് പറയണം. ഇപ്പൊ ഇത് എല്ലാം കഴിഞ്ഞു. ഇനിയെങ്കിലും ആരെങ്കിലും ഈ റൂമിലുള്ള ഒരാളുണ്ടെങ്കിൽ വീട് വെക്കാനോ മറ്റോ ഭൂമി ഞാൻ വാങ്ങുമ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്യണം. ഇന്ന സെന്റിന് അങ്ങ് 10,000 അല്ലെങ്കിൽ 50,000 രൂപ വെച്ചിട്ട് പിന്നെ ഇത്ര വില ഉറപ്പിക്കാന്ന് പറഞ്ഞു. നിങ്ങൾ ഇതിനൊക്കെ വിറ്റോ എന്ന് ചോദിച്ചിട്ട് അപ്പൊ ചിലപ്പോ പറയും വിറ്റു എന്ന്. അത് ഈജാബും കബൂലും ചെയ്തിട്ട് തന്നെ അവരവരിയ്ക്കുന്ന സ്ഥലം വാങ്ങണം എന്ന് പ്രത്യേകിച്ചിട്ട്. നിങ്ങൾ എന്താ പിന്നെ മൈക്ക് പോയി അടിക്കുന്നതിന് അടിക്കണ്ട കേട്ടോ. അതിന് പോയിട്ട് അവരവർ ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ നിങ്ങൾ അരിക്കെങ്കിലും എന്റെ വാക്കുകൊണ്ട് ഉപകരിക്കുന്നെങ്കിൽ ഞാൻ എന്റെ അനുഭവം കൊണ്ട് പറഞ്ഞതാണ്. ഞാൻ ആലിമീങ്ങളെ ചാർന്നുകൂടെ കുളിപ്പിച്ചവർക്ക് ഡ്രസ്സ് കഴിപ്പിച്ച ആ ഒരു ഇൽമ കൊണ്ട് ഞാൻ പറയാണ്. അവിടെ താമസിക്കുന്നവരുണ്ടെങ്കിൽ പറയാ, ഏതെങ്കിലും സ്ഥലം താമസിക്കാൻ എടുക്കുമ്പോൾ അവരെ കൊണ്ട് പറയാ, നിങ്ങൾ പറയാനോട് ഞാൻ ഇത് സെന്റിനോ അല്ലെങ്കിൽ ആകെ മൊത്തത്തിനോ ഈ 10 ലക്ഷത്തിന് നിങ്ങൾ സ്ഥലം വിറ്റു എന്ന് പറഞ്ഞപ്പോൾ അതുകൊണ്ട് പറയിപ്പിക്കുക, കബ്ജാബുലും ചെയ്യിപ്പിച്ചു നിങ്ങൾ സ്ഥലം വാങ്ങുക. ഇത് മാത്രമല്ല എല്ലാം വരണം. നിങ്ങൾ ഇപ്പൊ എനിക്ക് PM അടിക്കണം, എല്ലാവരും എന്റെ അഡ്മിന്മാരോട് ചോദിച്ചാൽ മതി. ഞങ്ങൾക്ക് PM നോക്കാൻ കഴിയില്ല. ഞാൻ നോക്കുന്നത് ഏതെങ്കിലും ഉസ്താദന്മാര് മൈക്കിന് ആവശ്യപ്പെടുകയാണോ എന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ പെട്ടെന്ന് PM നോക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് ഈജാബും കബൂലും വേണം. എല്ലാത്തിനും, കച്ചവടത്തിന് എല്ലാത്തിനും ഈജാബും കബൂലും. നമ്മൾ മനസ്സിലാക്കുന്നറിയോ, നിക്കാഹിന് മാത്രം ദവ്വജിത്തുക്ക വഹങ്കാത്തുക്ക എന്ന് പറയുമ്പോ കബിൽത്തു മിൻക നിക്കാഹ എന്ന് മാത്രം അല്ല. ഉസ്താദ് മാർക്കറ്റില് വാഴക്കാട് വന്നാൽ ആ മുക്കുവത്തിയോട് മീൻ വിൽപ്പനക്കാരിയോട് പറയും, നീ പിന്നെ അവരെ കാലത്തെ മുഖ്യം ഉസ്താദെ എന്താ ഒരു വാക്കവർ പറയുന്നത് എനിക്കതറിയില്ല, മുലിയാർ മാപ്പിള എന്നാണ് ഒരു കുവത്തിയാര് അന്ന് കണ്ണി ഉസ്താദിനെ അവരെ വിളിച്ചിരുന്നത്. നിങ്ങൾക്ക് ഞാൻ ഇത് 2 രൂപക്ക് വിറ്റു എന്ന് പറയും. അന്ന് 2 രൂപയല്ല, അന്ന് 25 4 അന്ന് 4 മീനാണ് മൂപ്പർ വാങ്ങുന്നത്. 4 മീൻ 4 എന്ന് കണ്ണിയത്ത് ഉസ്താദ് വില പറയുമ്പോ തന്നെ പറയുന്നോ ഞാൻ വിറ്റു. ഇനി വല്ല മുക്കുവത്തിയും പറഞ്ഞില്ലെങ്കിൽ നീ വിറ്റൊന്ന് പറ. അപ്പൊ പറയും ഞാൻ 25 പൈസക്ക് മുസ്ലിയാരപ്പ. അങ്ങനെ എനിക്കറിയാം നിങ്ങളാ ഭാഗത്തെങ്കിലും എല്ലാം എന്റെ കൗല് സഹിയല്ലല്ലോ. പിന്നെ മുസ്ലിയാരപ്ല എന്തോ ഒരു വാക്കാണ്. പിന്നെ അങ്ങ് വിറ്റിരിക്കുന്നു, അത് ഞാൻ കബൂൽ ചെയ്തിരിക്കുന്നു. മനസ്സിലായോ? ആരാ കടന്നത്? കണ്ണിയത്ത് ഉസ്താദ്. ഐന്നവ സഹോദരിമാർക്കടക്കം, ഐന്നവർ സഹോദരന്മാർക്കടക്കം അറിയാം ഇസ്ലാമിൽ അത്രമാത്രം സൂക്ഷ്മത പാലിച്ച കണ്ണിയത്ത് റൈസുൽ മുഹഖഖീൻ. നിങ്ങൾ എന്താ മനസ്സിലാക്കിയത്? നിങ്ങൾ എന്തെങ്കിലും ഉസ്താദിനെ കുറിച്ച് ഞാൻ പേരോട് ഉസ്താദിന്റെ ക്ലാസ്സിൽ പ്രസംഗം കേട്ടില്ലേ? എന്താ മനസ്സിലാക്കിയത്?
ഒരു പ്രാവശ്യം എന്റെ അടുത്ത് ഉണ്ടായ സംഭവം, ഞാൻ ആളെ പറയുമ്പോ കുറെ പണ്ഡിതന്മാരുള്ള പറയുമ്പോ കണ്ണിയത്ത് ഉസ്താദ് എല്ലാ പണ്ഡിതന്മാരും ഹക്ക് എല്ലാവരും മുമ്പിലും പറയും, അത് ഉയർന്നാലും തിരക്കില്ല. ഒരിക്കലും അസ്സലാമു അലൈക്കും പറഞ്ഞു കണ്ണിയത്തിനടുത്ത്. ഞാൻ അലൈക്കും എന്ന് കണ്ണിയത്ത് ഉസ്താദ് അവിടെ കയറി വരുമ്പോൾ ചിത്താരിപ്പള്ളിയിൽ സലാം പറഞ്ഞു. ചിത്താരി ഉസ്താദിനല്ല, വേറെ വലിയൊരു പണ്ഡിതനാണ്. ആ പറഞ്ഞപ്പോ ആ ഉസ്താദ് അല്പം തിരക്ക് കൂടി, എന്നെ പോലെയുള്ള ഒരു തിരക്ക് കൂടിയ ഒരു ഉസ്താദായിരുന്നു. ഉസ്താദിന് പെട്ടെന്നായിരിക്കും മറുപടി എന്ന് പറഞ്ഞു. കണ്ണിയത്ത് ഉസ്താദ് ഉടനെ തിരുത്തി, അതെന്താ അങ്ങനെ പറ്റൂല. എന്താ? അസ്സലാമു അലൈക്കും എന്ന സലാമിന്റെ അലൈക്കും എന്ന മീമ് പറഞ്ഞതിന്റെ ശേഷമേ വലൈക്കും സലാം എന്നത് മടക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ വീണ്ടും സലാം പറയുന്നു. കണ്ണിയത്ത് ഉസ്താദിനടുത്ത് പഠിച്ചോളി. ഒരു അങ്ങനെ വീണ്ടും കണ്ണിയത്ത് ഉസ്താദ് അസ്സലാമു അലൈക്കും, കണ്ണിയത്ത് ഉസ്താദിന്റെ മീമിന്റെ സുക്കൂൻ കഴിഞ്ഞതിന് ശേഷം മറ്റേ ഉസ്താദ് വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി വബറകാത്തു. ഇത് മാത്രമല്ല, പല ഫിഖ്ഹിന്റെ മസലകളും കണ്ണിയത്ത് ഉസ്താദിനടുത്ത് പഠിക്കാനുണ്ട്. ഇത് മാത്രമല്ല, ചിലപ്പോൾ ബാങ്ക് കൊടുക്കുമ്പോൾ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഉസ്താദന്മാരടുത്ത് പഠിക്കേണ്ട ഇൽമാണ്. ഇൽമ് എന്തെങ്കിലും ഉസ്താദന്മാരടുത്ത് കേട്ട് പഠിച്ചൊരു വിവരം എനിക്കുള്ളൂ, കിതാബ് വിവരം എനിക്കില്ല. ഞാൻ ആ മൊഴിയാറല്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ആ സമയത്ത് ഞാൻ ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഞാനും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ആരാണ്? മുഅദ്ദിൻ, ബാങ്ക് കൊടുക്കുന്ന മൊല്ലാക്ക മുക്രിക്ക ബാങ്ക് കൊടുക്കാണ്. അപ്പൊ അതിന്റെ ജവാബായി അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ ഞാനും അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞു. ഉടനെ തന്നെ അതാ മറുപടി വരുന്നു, എടോ അത് പറ്റില്ല, അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അത് നാലും ഒരു കലിമത്താണ്. ഈ 4 കലിമത്തും പറഞ്ഞതിന് ശേഷം ജവാബ് നീ പറയേണ്ടതുള്ളൂ. കണ്ടോ, പഠിക്കേണ്ട ആലോചിച്ചാൽ ആ അതിന്റെ ഇബാറത്തുകളും ഞാനൊരിക്കൽ ചിന്തിച്ചു പോയി. ഞാൻ മനസ്സിലാക്കിയപ്പോ സമസ്തയിലെ മുഷാവറ മെമ്പറായിട്ട് പല ആൾക്കാർ ഇത് എടുത്തപ്പോ എല്ലാ സമസ്തയിലെ ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് എന്തെങ്കിലും ആച്ചാൻ ചെയ്യുന്നില്ല. അപ്പൊ എന്നോട് പറഞ്ഞു, എന്താ നിനക്കറിയോ മുഷാവറ മെമ്പർ ആവാൻ നിനക്ക് എന്താ കഴിവ് വേണം നിനക്ക് അറിയോ? ഞാൻ അറിയില്ല. ഫത്വയിൽ മീനും അൽഫിയും ദർസ് നടത്താൻ കഴിവുണ്ടായിരിക്കണം എന്നതാണ്. അപ്പൊ ഞാൻ മനസ്സിലാക്കി, ഫത്വയിൽ മീനും അൽഫിയും ദർസ് നടത്താൻ കഴിവുണ്ടായാലും പിന്നെ സമസ്തനെ മുഷാവറാൻ പറ്റുമല്ലോ എന്ന് ഞാൻ നിസാരമായി കണ്ടു. പിന്നീടാണ് മനസ്സിലായത് ഫത്വയിൽ മീൻ ദർസ് സാധാരണ ഉസ്താദന്മാർക്ക് നടത്താൻ കഴിയൂല എന്ന്. അതിന്റെ ലമീറൊക്കെ മട്ടം പോലെ അതിന്റെ അതിന്റെ അകത്തുനിന്ന് വരുന്ന അതിന്റെ വരുന്ന മസല അറിയില്ല. ഈയിടെ ഒരു പ്രശ്നമുണ്ടായല്ലോ. എന്താണ് ഒരു പള്ളിയിൽ ഒന്നിലേറെ ജുമ പറ്റൂല എന്നും പറ്റൂന്നൊക്കെ വന്നത് എനിക്ക് ചരിത്രം ഇപ്പൊ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അത് ഫത്വയിൽ മേൽ പറഞ്ഞിട്ടില്ലേ? അത് ഫത്വയിൽ മേൽ പറഞ്ഞിട്ടുണ്ട്. ഫത്വയിൽ മേൽ പറഞ്ഞു ഒരു ജുമ 2 നാട്ട് പറ്റൂല തന്നെ പറയുന്നു. ആൾക്കാർക്ക് ഒരുമിച്ച് കൂടാനും മറ്റും പ്രയാസമാകുമ്പോൾ അത് പറ്റുമെന്ന് അതെങ്കിൽ ഇത് കാര്യം പറയട്ടിയായിരുന്നു എന്ന്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പണ്ഡിതന്മാരാണ് നമ്മുടെ ുള്ളത്. അതുകൊണ്ട് ഉള്ളാളം തങ്ങൾ ഒരു പ്രാവശ്യം എന്ത് ചെയ്തു പറഞ്ഞാൽ മനസ്സിലായി. എന്താ പിന്നെ പോയാൽ ഏത് കുട്ടിക്കും സംസാരിക്കാം. ഒരിക്കൽ തങ്ങളടുത്ത് ഞാൻ പറഞ്ഞു, തങ്ങൾ ഒന്ന് മദനി തങ്ങളടുത്ത് സിയാറത്ത് ചെയ്യണമായിരുന്നല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അന്ന് ചെറിയ പയ്യൻ ആളല്ല, ഞാൻ വരാന്ന് പറഞ്ഞു. ഉള്ളാള തങ്ങൾ വന്നു. പിന്നെ ഉള്ളാളത്ത് സയ്യിദ് മദനി തങ്ങളുടെ മക്ബറിന്റെ അടുത്ത് വന്ന് ഫാത്തിഹ വിളിച്ചു, യാസീൻ വിളിച്ച് ദുആ ചെയ്തു തന്നു. കണ്ടോ, അത്രമാത്രം ഉള്ളാളം നിങ്ങളെ അടുത്തറിഞ്ഞവർക്ക് ഉണ്ടാകാം. ശിഷ്യന്മാരോട് ചോദിച്ചാൽ കൂടുതൽ വിവരങ്ങൾ അറിഞ്ഞ ഇപ്പോൾ പറയുന്നില്ല. അതുകൊണ്ട് അങ്ങനെ കണ്ണിയത്ത് ഉസ്താദിനെ ഉള്ളാളം സയ്യിദ് മദനി പിന്നെ അവിടുത്തെ ക്ഷണത്തെ വേറെന്തോ ഒരു പേരുണ്ട്, ലബ്ബ പോലെയുള്ള ഒരു പേരുണ്ട്. ഇപ്പം മറന്നുപോയി കേട്ടോ, എനിക്ക് മറന്നുപോയി. എന്താ നിങ്ങൾക്ക് അറിയുന്നവരെ അടിച്ചോളൂ.
ഇപ്പൊ അദ്ദേഹം മരിച്ചു എന്ന് തോന്നുന്നു, അവിടുത്തെ ജമാഅത്ത് പ്രസിഡന്റാണ്. അദ്ദേഹവും മറ്റും കുറച്ച് ആൾക്കാർ മൂപ്പരെ ക്ഷണിക്കാൻ വേണ്ടി പോയി. എന്തോ ഒരു UV അതാണ് എനിക്ക് മനസ്സിലായി, ഞാൻ മൂപ്പർ കണ്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ കണ്ണിയത്ത് ഉസ്താദിന്റെ അടുത്ത് എത്തി. അപ്പൊ തങ്ങ പറഞ്ഞു, ഞാൻ ഇവിടെ ഇരിക്കുന്നു, നിങ്ങൾ എന്ത് ചെയ്യുക, പിന്നെ അവിടെ പോയിക്കോളി, നിങ്ങൾ ഉസ്താദിനെ പോയി വിളിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ കുമ്പോൽ ചെന്ന് എന്താ ചെയ്തത്, ഞങ്ങള് പിന്നെ ഓക്കെ അല്ല, നിങ്ങൾക്കറിയാം, എനിക്ക് കൂടുതൽ ഇങ്ങനെ പേരൊന്നും പറയാൻ സമയം എടുക്കുന്നതുകൊണ്ടാണ്. സംഭവമൊക്കെ നേരെ ഉള്ളത്. ഞങ്ങൾ ഉള്ളാളത്ത് വരികയാണ്, അവിടുത്തെ ഉറൂസിന് ക്ഷണിക്കാൻ വേണ്ടത്. ഉള്ളാളത്ത് വരുമ്പോ ഉള്ളാളം തങ്ങൾ എവിടെയെന്ന് വെച്ചു. ഉള്ളാളത്തങ്ങൾ കാറുണ്ട്. എന്താ കാറിനെ കാണാണ്ട്, കാറിലിരിക്കുന്നു, വരാൻ പറയും, കൂട്ടിക്കൊണ്ടുപോവാന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളാളം തങ്ങളെ കൂട്ടാൻ വേണ്ടി കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ അടിസ്ഥാനത്തിൽ അവർ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നിങ്ങളെ വിളിക്കുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ ഉള്ളാൾ തങ്ങൾ പോയി. താങ്കൾ പോയിട്ടാകുമ്പോ അസ്സലാമു അലൈക്കും സലാം, നിങ്ങൾ എന്താ തങ്ങളെ എന്നെ ഇവിടത്തേക്ക് വന്ന് നിങ്ങൾ കാറിയിരിക്കുകയാണോ എന്ന് ചോദിച്ചു. എന്താ പറഞ്ഞത്, നിങ്ങൾ എന്നെ ഉള്ളാളം തങ്ങൾ എല്ലാവരോടും തുറന്നു പറയും, ഉള്ളാളം തങ്ങൾ തുറന്ന് കാര്യം പറയും. കണ്ണിയത്ത് ഉസ്താദും പറഞ്ഞല്ലോ, നിങ്ങളല്ലേ എന്നെ പുറത്താക്കിയത്. അപ്പൊ പുറത്താക്കിയത് ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം എന്താ സംഭവിച്ചത്, സമസ്തയിൽ നിന്ന് പുറത്താക്കിയതോ ഇൻഷാ അല്ലാഹ് ആ കാര്യം നമുക്ക് പിന്നീട് ചർച്ച ചെയ്യണം ഇൻഷാ അല്ലാഹ്. ഉസ്താദ്മാർക്ക് ഇത് ആശയ സമയമാണ്, അതുകൊണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല, നിർത്തുകയാണ്. ഉസ്താദ്മാർക്കൊക്കെ ഇവിടെ വേക്കിൽ വന്നിട്ടുണ്ടാകുമെന്ന് തോന്നുന്നു എനിക്ക്. അങ്ങനെ ആരാ പുറത്താക്കി വെച്ചു, അമ്മ ഞങ്ങളെ പുറത്താക്കിയതായിട്ട് പത്രത്തിൽ വന്നുള്ളൂ, നിങ്ങളെ ഞങ്ങൾ പുറത്താക്കാണോ, നിങ്ങളെ പുറത്താക്കിയ നിങ്ങളെ കൂടെയാണ് ഞാന് എന്ന് പറഞ്ഞു. കണ്ടോ, മനസ്സിലായില്ലേ? ഇങ്ങനത്തെ സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ ഇന്നിപ്പോ കണ്ണിയത്ത് ഉസ്താദിന്റെ മകൻ അന്ന് ഉള്ളാളം തങ്ങളെ കുറിച്ചിട്ട് എന്തോ ഇതിപ്പോ പറയാൻ ഉദ്ദേശിക്കുന്നത് നമ്മൾ കൂടെയാണ്, അതുകൊണ്ട് ഇപ്പം പറയുന്നില്ല. ഏതായാലും അവര് ഹക്ക് തിരിഞ്ഞിട്ട് നമ്മുടെ കൂടെ കുഞ്ഞുമോൻ മുസ്ലിയാർ വന്നിട്ടുണ്ട്. ആ സമയത്ത് കഴിയുന്നതും ഉള്ളാൾ തങ്ങളെ ബാപ്പാന്റെ അടുത്തേക്ക് എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചിരുന്നു. പിന്നീട് വാപ്പാക്കെതിരിൽ കേസ് കുറെ നേടി ചേർത്താണ്. വാപ്പാ അത് തങ്ങള് വേണ്ട, തങ്ങൾക്ക് വാപ്പാക്കെതിരിൽ കേസ് കൊടുത്തവരൊക്കെ മകൻ പറഞ്ഞിരുന്നു. ഇൻഷാ അല്ലാഹ് ഇന്ന് മുഴുവനും ഈയിടെ കുറഞ്ഞ മുമ്പ് ഇന്ന് നമ്മുടെ കൂടെയാണ് എന്നത് മനസ്സിലാക്കുക. അതുകൊണ്ട് ഉള്ളാളം തങ്ങൾക്ക് യഥാർത്ഥ ആശീർവാദം തങ്ങളതുണ്ട്. അങ്ങനെ എന്റെ അടുത്തുനിന്ന് കിതാബ് തിരിയുന്ന പണ്ഡിതന്മാരാണ് കണ്ണിയത്ത് ഉസ്താദ് പറഞ്ഞ പേരാണ് ഈ പറയപ്പെട്ട ഉള്ളാളം തങ്ങളടക്കം ചിത്താരി ഉസ്താദടക്കം ഉള്ള ആൾക്കാർ. ഇനി വളരെയധികം ഒരു മാസപ്രവി പ്രശ്നമാണ്. ഇപ്പൊ എല്ലാവർക്കും അറിഞ്ഞോളുന്നില്ല, അറിയുന്നവരും അറിയാത്തവരും ഉണ്ടാകും. അങ്ങനെ നാം എല്ലാവരും ഒരു ആദ്യം കൂടി അതിനെ കാവയുണ്ടാക്കി, പിന്നെ മലപ്പുറം ജില്ലയിലുണ്ടാക്കി, പാലക്കാടുണ്ടാക്കി, അവസാനം അതിന്റെ ഇടക്ക് നമ്മുടെ കണ്ണിരിക്കൂല എന്ന് പറഞ്ഞു. അവസാനം പറഞ്ഞ ഒരു സംഭവം ഉണ്ടായി. എന്താണെന്നറിയോ, ആരാ കാളിയാക്കിയത് നിയമിച്ചത് ചിത്താരി ഉസ്താദിനെ ആയിരുന്നു. കണ്ണൂർ സംയുക്ത ജമാഅത്ത് കാളിയായി നിയമിച്ചു. നിയമിച്ചപ്പോൾ എതിർ പക്ഷത്തുള്ളവർ അദ്ദേഹത്തിന് വിവരമില്ല, കിതാബ് തിരിയൂല എന്നൊരു ആരോപണം പറഞ്ഞു. ചിത്താരി ഉസ്താദിന് സംഭവമുണ്ട്. ചിത്താരി ഉസ്താദ് നിറകുടമാണ്. ആ ഉസ്താദ് എന്താകൂല, ഒരിക്കലും പിന്നെ പറയില്ല. ഉസ്താദിന്റെ വിവരക്കേട് വിവരം ഒരാളോടും പറയില്ല. ഞങ്ങൾക്കാണത് തിരിഞ്ഞു പോയത്. ഞാൻ ഒരിക്കൽ ഉസ്താദോട് ഇങ്ങനെ ചോദിച്ചു. ഒരു പ്രാവശ്യത്തിൽ എന്തോ ഒരു മസ്അലപരമായിട്ട് ഉസ്താദ് മന്തിഖിലും മആനിയിലും നഹ്വിലും അപാരമായ കഴിവ്. ചില ആൾക്കാർ പറയും, കൂട്ടി പറയും, പിന്നെ അൽഫിയെ നോക്കാതെ ദർസ് നടത്താണെന്ന്. ഉസ്താദ് 100% അൽഫിയെ നോക്കാതെയാണ് ദർസ് നടത്തുന്നത്. ആരെ മുമ്പ് ദർസ് നടത്താൻ അറിയോ നിങ്ങൾക്ക്? അറിയാവോ? കാണാടത്ത് എന്റെ ആദ്യത്തെ പ്രിൻസിപ്പാൾ ആര് ഉസ്താദ് ഈ കിതാബ് ഞങ്ങൾക്ക് സമയത്ത്
ഉസ്താദ് കിതാബ് നോക്കാറേ ഇല്ല. ഞങ്ങൾ വായിക്കുമ്പോ പറയും പി എ ഉസ്താദിന്റെ അടുത്ത്. അങ്ങനെ ഞാൻ പല മസ്അലയും പി എ ഉസ്താദോട് ചോദിച്ചിരുന്നു, പല മസ്അലകളും. അതിൽപ്പെട്ട ഒരു മസ്അലയാണ് എന്ത്, നിക്കാഹിന് പിന്നെ ഇരിക്കുമ്പോ പുതിയാപ്പിളയും പെണ്ണിന്റെ വലിയും, അതായത് പിന്നോട്ട് അമോഷൻ എന്തായിക്കോട്ടെ, പുതിയാപ്പിള എങ്ങോട്ട് ഇരിക്കണം, പെണ്ണിന്റെ ഒലി അത് സഹോദരനെങ്കിലും ഉപ്പയാണ് ആരും എങ്ങോട്ട് ഇരിക്കണം എന്ന ചോദ്യം ഞാൻ പി എ ഉസ്താദോട് ചോദിച്ചു. ഇത് ചോദിക്കാൻ പറ്റിയ കാരണമുണ്ടത് വടക്കോട്ടുള്ളവർക്ക് ആ കാര്യം മനസ്സിലാവുള്ളൂ. അതിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉടനെ തന്നെ പി എ ഉസ്താദ് പറഞ്ഞു, അംസോലേരോട് ചോദിക്കുക എന്ന് പറഞ്ഞു എന്നോട്. എന്താ പറഞ്ഞത്? അംസോലേരോട് ഉസ്താദ് ഇത് എങ്ങനെയാണ് ഉസ്താദെ നിക്കാഹിനിരിക്കേണ്ടത് എന്നോട് പറഞ്ഞു. ഓറോട് ചോദിക്കുന്നു പറഞ്ഞു എന്നോട് ചിത്താരി ഉസ്താദ്. ഓറ് എന്ന് പറഞ്ഞാൽ ചിത്താരി ഉസ്താദ് കാഞ്ഞങ്ങാട് കാളി സൈദിയന്റെ ആദ്യത്തെ പ്രിൻസിപ്പാളായ പി എ ഉസ്താദ് മട്ടന്നൂർ ഉസ്താദിന്റെ മുമ്പിൽ വെച്ചിട്ടാണ് ദർസ് നടത്തുന്നത്. മനസ്സിലായി നിങ്ങൾക്ക്? ചിത്താരി ഉസ്താദ് ഈ കിതാബ് ദർസ് നടക്കുന്ന സമയത്ത് ഉസ്താദ് കിതാബ് നോക്കാറേ ഇല്ല. ഞങ്ങൾ വായിക്കുമ്പോ പറയും പി എ ഉസ്താദിന്റെ അടുത്ത്. അങ്ങനെ ഞാൻ പല മസ്അലയും പി എ ഉസ്താദോട് ചോദിച്ചിരുന്നു, പല മസ്അലകളും. അതിൽപ്പെട്ട ഒരു മസ്അലയാണ് എന്ത്, നിക്കാഹിന് പിന്നെ ഇരിക്കുമ്പോ പുതിയാപ്പിളയും പെണ്ണിന്റെ ഒലിയും, അതായത് അമ്മച്ചനും മരുമകനും എങ്ങോട്ടിരിക്കണം, കിബിലക്ക് മുന്നിട്ട് ആരായിരിക്കണം, പിന്നോട്ട് അമോഷൻ എന്തായിക്കോട്ടെ, പുതിയാപ്പിള എങ്ങോട്ടിരിക്കണം, പെണ്ണിന്റെ ഒലി അത് സഹോദരനെങ്കിലും ഉപ്പയാണ് ആരും എങ്ങോട്ടിരിക്കണം എന്ന ചോദ്യം ഞാൻ പി എ ഉസ്താദോട് ചോദിച്ചു. ഇത് ചോദിക്കാൻ പറ്റിയ കാരണമുണ്ടത് വടക്കോട്ടുള്ളവർക്ക് ആ കാര്യം മനസ്സിലാവുള്ളൂ. അതിപ്പോ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഉടനെ തന്നെ പി എ ഉസ്താദ് പറഞ്ഞു, അംസോലേരോട് ചോദിക്കൂ എന്ന് പറഞ്ഞു എന്നോട്. എന്താ പറഞ്ഞത്? അംസോലേരോട് ചോദിക്കൂ എന്ന് പറഞ്ഞു. ഖലാസ്. പിന്നെ ഞാൻ പി എ ഉസ്താദിന് വരല്ലോ. അങ്ങനെ ഞാൻ പി എ അംസ ഉസ്താദോട് പോയി ചോദിച്ചു, ഉസ്താദ് ഇത് എങ്ങനെയാ ഉസ്താദെ നിക്കാഹിനിരിക്കേണ്ടത്? എന്നോട് പറഞ്ഞു ഓറോട് ചോദിക്കും പറഞ്ഞു എന്നോട് ചിത്താരി ഉസ്താദ്. ഓറ് എന്ന് പറഞ്ഞാൽ ചിത്താരി ഉസ്താദ് കാഞ്ഞങ്ങാട് കാളിനെ വിളിക്കൽ ഓറുന്നാണ്, ഞങ്ങൾ വിളിക്കൽ ഓറുന്നാണ്. ഓറോട് ചോദിക്കും. ഞാൻ പറഞ്ഞു ഓറോട് ചോദിച്ചു. എന്ത് പറഞ്ഞു ചോദിച്ചു? ഓറ് പറഞ്ഞു നിങ്ങളോട് ഉസ്താദോട് ചോദിക്കണം എന്ന് പറഞ്ഞു. മനസ്സിലായ നിങ്ങൾക്ക് സംഭവം? അത് എന്തുകൊണ്ട് പി എ ഉസ്താദ് തന്നെ പറഞ്ഞു? പി എ ഉസ്താദ് അംസോലിയാരോട് ചോദിക്കാൻ പറയാൻ കാരണമുണ്ട്. അത്രയും അപാരമായ കഴിവുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞത് എന്തോ ഒരു വിഷയത്തിൽ എത്തിയതാണ് ചിത്താരി ഉസ്താദിനെ കുറിച്ച് പറയുമ്പോൾ. മറന്നെനക്കത് ആ വിഷയം തരണം. അങ്ങനെ ഇവിടുത്തെ സംയുക്ത ജമാഅത്തിന്റെ കാര്യം. അങ്ങനെ കാലയെ നിയമിച്ചപ്പോൾ ചിത്താരി ഉസ്താദിന് കിതാബ് തിരിയൂല എന്ന് ആരോപണം വന്നു. അങ്ങനെ കാലി സ്ഥാന ആരോപണ വസ്ത്രം തലയെക്കെട്ട് വെക്കാൻ കന്യത്ത് ഉസ്താദിനെ കൊണ്ടുവന്നു. അന്ന് നാം പിളർന്നനോ എന്നെനിക്ക് കൃത്യം ഓർമ്മയില്ല, അള്ളാഹു അലം. കന്യത്ത് ഉസ്താദ് വന്നു. കന്യത്ത് ഉസ്താദ് ചിത്താരി ഉസ്താദിനെ കാളിയായി നിയമിക്കുമ്പോൾ പറഞ്ഞ വാക്കുണ്ട്. പറഞ്ഞെന്തെന്നറിയോ? അംസ മെലിയാര്, ഒരു പ്രത്യേക ശൈലിയാണ് നമ്മളെ കന്യത്ത് ഉസ്താദിന്. മെലിയാര്, അംസ മെലിയാര് മൊല്ലയല്ല മെലിയാരാണ്. എന്റെ അടുത്ത അയാൾ പഠിച്ചത്, അല്ലെങ്കിൽ അവൻ പഠിച്ചത് എന്ന് മുപ്പി പറഞ്ഞു. അങ്ങനെ അംസവലിയാർക്ക് കിതാബ് അറിയുമെന്ന് ഞാനാ പറയുന്നത്. അങ്ങനെയല്ല കാലയെ നിയമിച്ചത്. അങ്ങനെ കന്യത്തിന്റെ ആശീർവാദത്തോടു കൂടിയുള്ള പണ്ഡിതന്മാർ ഇവരൊക്കെ നാമൊന്നും അവരെയൊന്നും ഇങ്ങനെ സാധാരണയായി കണക്കാക്കരുത്. അവരെല്ലാം വലിയ വലിയ പണ്ഡിതന്മാരായി അംഗീകരിച്ച കൂട്ടത്തിലാണ്. നിങ്ങൾക്ക് മനസ്സിലായി പറഞ്ഞതിന്റെ ആകത്തുക. അതുകൊണ്ട് ഉള്ളാളം തങ്ങളൊക്കെ ഏറ്റവും കന്യത്ത് ഉസ്താദെ ബഹുമാനിച്ചിരുന്നു, വളരെയധികം ബഹുമാനിച്ചിരുന്നു. തങ്ങളെ അടുത്തിരുത്തും, കസാരയിലും സ്റ്റേജിലും ശിഷ്യനെന്ന് നോക്കൂല. അത്രയും കന്യത്ത് ഉസ്താദ് പോലും ബഹുമാനിച്ച ഉള്ളാളം തങ്ങളെ ബഹുമാനിച്ചിരിക്കുന്ന ഉള്ളാളം തങ്ങളെ നിങ്ങൾ ബഹുമാനിക്കൂ, അവരെ മകനാണ്. അതുകൊണ്ട് ഏത് തങ്ങന്മാരെയും നാം അവഹേളിക്കുകയോ
ഒരു ആദരക്കുറവ് വരുത്തുകയോ ചെയ്യരുത്. അതുകൊണ്ട് കൂടുതൽ തങ്ങളെക്കുറിച്ച് എനിക്ക് ഇൻഷാ അല്ലാഹ് പറയാനുണ്ട് ഇനിയും. പക്ഷേ നമ്മുടെ ആശയ സംവാദത്തിന്റെ സമയമാണ്, ഇങ്ങനൊരു ചർച്ച ആവശ്യമില്ല. നമ്മുടെ ഉസ്താദൊക്കെ ഗവൺമെന്റ് ഉസ്താദൊക്കെ എന്നെ ക്ഷണിച്ചത് കൊണ്ടാണ്. ഇല്ല, തുടരുമെന്ന് പറഞ്ഞ നമ്മളെ സമയമല്ല. നമുക്ക് സമയത്തിന് ഒരു കാര്യമുണ്ടല്ലോ, നമ്മൾ ഇന്ന് ആശയ സംവാദ സമയമാണ്, പ്രത്യേകിച്ച് ഒരു വിവാദത്തിന് സമയമല്ല. ആ ഉസ്താദ് പിന്നെ നമ്മുടെ ഉള്ളാൽ നിങ്ങൾ മറപ്പെട്ടിട്ട് ആ വേദന നമുക്ക് പോയിട്ടില്ല. അതുകൊണ്ട് ഞാനത് കൂടുതൽ ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ ആകാം. ഞാൻ ചിലപ്പോൾ പകലൊക്കെ പറയാറുണ്ട്, PM എന്ന് പറഞ്ഞിട്ടുണ്ട്, DND ഇട്ടാൽ എനിക്ക് ആരെങ്കിലും അഡ്മിന്മാർക്കും ഉസ്താദന്മാർക്കും മൈക്ക് വേണമെങ്കിൽ എനിക്കിത് കൊടുക്കാൻ പറ്റുകയില്ല. അങ്ങനെ ഉള്ളാളം തങ്ങളെ ആദരവോട് ബഹുമാനത്തോടു കൂടി ഏത് സ്റ്റേജിലും ഇരുത്തിയിരുന്നു. അത് ആർക്കും നിഷേധിക്കുകയില്ല. അതുമാത്രമല്ല, ഉള്ളാളം തങ്ങളെ ശിഷ്യനാണ് ശംസുൽ ഉലമ. നിങ്ങൾ മനസ്സിലാക്കൂ, ഉള്ളാളം തങ്ങൾ ശംസുൽ ഉലമ ആണെങ്കിൽ പോലും, പക്ഷേ പിന്നെ ശംസുൽ ഉലമ ഉള്ളാളം തങ്ങളെ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. പോരെ, ശംസുൽ ഉലമ ബഹുമാനിച്ചു, നമ്മളാളെന്നല്ല നിങ്ങൾ പറയുന്നത്. ശംസുൽ ഉലമ ഉള്ളാളം തങ്ങൾ കാണുമ്പോൾ എഴുന്നേറ്റ് നിൽക്കാറുണ്ട്. എന്തുകൊണ്ട് നമുക്ക് ബഹുമാനിച്ചുകൂടാ? സയ്യിദന്മാരെ ആരാ നമുക്ക് നഷ്ടപ്പെട്ടത്? നിങ്ങൾക്ക് മനസ്സിലായോ? പകരം വെക്കാനില്ലാത്ത ചില ആൾക്കാർ പറയുന്നല്ലോ, തുല്യതയില്ലാത്തത്, പകരം വെക്കാനില്ലാത്തത്. ശരി തന്നെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത്, നമ്മുടെ നിന്നും മരണപ്പെട്ട ആലിമീങ്ങൾക്ക് പകരം വെക്കാൻ ഉള്ള ആലിമീങ്ങൾ പിന്നീട് ഉണ്ടായിട്ടില്ല. വാണിയമ്പലം ഉസ്താദ് മരണപ്പെട്ടുപോയി. വാണിയമ്പലം P. അബ്ദുറഹ്മാൻ മുസ്ലിയാർ അറിയാമോ? ആയിരിക്കും, എല്ലാവർക്കും അറിയോ? കണ്ടിരുന്നോ? ഞാൻ മുപ്രഹാദ്യമായി നിന്നിരുന്നു. എന്തായിരുന്നു ഏറ്റവും സ്പെഷ്യലിസ്റ്റ്? ഖാദിയാനികളോട് എതിർക്കാനാണ്. മാഷാ അല്ലാഹ്, ആ വളഞ്ഞ മനുഷ്യൻ, ആ നേർന്ന മനുഷ്യൻ, മാഷാ അല്ലാഹ്, കേട്ടത് മാത്രമേ ഉള്ളൂ, കാണേണ്ടത് തന്നെയാണ്. സമസ്തന്റെ വൈസ് പ്രസിഡന്റും വിദ്യാഭ്യാസ ബോർഡ് പ്രസിഡന്റും ആയിരുന്നു. പിന്നെ അവര് MM ബഷീർ മുസ്ലിയാർ അറിയാമോ നിങ്ങൾക്ക്? വിദ്യാഭ്യാസ ബോർഡ് ചെയർമാനായിരുന്നു. അവർ മരണപ്പെട്ടു. അവർക്ക് പകരം വെക്കാൻ ആളുണ്ടോ? EK ഹസൻ മുസ്ലിം മരണപ്പെട്ടു. പകരം വെക്കാൻ ആളുണ്ടോ? ശംസുൽ ഉലമ EK അബൂബക്കർ മുസ്ലിം മരണപ്പെട്ടു. വെക്കാനാരം ഉണ്ടോ? അപ്രകാരം KK ഉസ്താദ് മരണപ്പെട്ടു. വെക്കാനുണ്ടോ? നെല്ലിക്കുത്ത് ഇസ്മായിൽ ഉസ്താദ് മരണപ്പെട്ടുപോയി. പകരം വെക്കാൻ ആളുണ്ടോ? ഉണ്ടെന്ന് പറയൂ. ഉള്ളാളം തങ്ങൾക്ക് പകരം വെക്കാൻ ഇന്ന് ഇവിടെ പണ്ഡിതന്മാരുണ്ടോ? നമുക്ക് ദ്വാരക്കാൻ പറിച്ചവനെ അവരെക്കാളും വലിയ പണ്ഡിതന്മാർ ഈ സമുദായത്തിൽ നൽകണമേ എന്ന് നമുക്ക് ദ്വാരക്കണം എല്ലാവരും. അതുകൊണ്ട് ഈ മാന നഷ്ടപ്പെട്ടു പോകരുത്. ഇനിയും അള്ളാഹു അല്ല വലുത്, അവരെക്കാളും വലിയ വലിയ പണ്ഡിതന്മാരെ സൃഷ്ടിക്കാൻ അള്ളാഹുവിന് സാധിക്കും. അവരെക്കാളും ആലിമീങ്ങളെയും സദാത്യങ്ങളെയും കറാമത്തും ബഹുമാനവും ആദരമുള്ള ആൾക്കാർ അള്ളാഹു താല ഈ ഉമ്മത്തിന് നൽകുമാറാവട്ടെ എന്ന് ഞാൻ ദുആ ചെയ്യുന്നു. കൂടുതൽ ഞാൻ സംസാരിക്കുന്നില്ല. അവിടെ നേരത്തെ ചോദിച്ച ചങ്ങായിക്ക് തങ്ങളെക്കുറിച്ച് കൂടുതൽ എനിക്ക് പറയാനുണ്ട്. അതുകൊണ്ട് കൂടുതൽ എനിക്ക് പറയാനുള്ളത് തങ്ങന്മാരെ മറ്റു കുടുംബത്തെ കുറെ പറയാനുണ്ട്. അതുകൊണ്ട് നാം ഇനി ദ്വാരക്കേണ്ടത് അപ്രകാരം തന്നെ നമ്മൾ MA ഉസ്താദാണ്. MA ഉസ്താദിനെ കുറിച്ചും വളരെയധികം പറയാനുണ്ട്. പിന്നെ വേറൊരു ചില കാര്യം, മുപ്പത് തങ്ങള് ജനിച്ച ഡേറ്റ് അറബിയിലാണ് എഴുതിയിരിക്കുന്നത്. പഴയ കാലത്ത് അറബിയിലാണ് എഴുതിയിരുന്നത്. അതുകൊണ്ട് അറബിയിൽ ആരെങ്കിലും ഡേറ്റ് കിട്ടിയാൽ തന്നെ അത് എന്ത് ചെയ്യാൻ പറ്റും? മലയാളത്തിൽ ക്രിസ്താബ്ദം AB അല്ലെങ്കിൽ AD എന്നല്ല പറയേണ്ടത്, AB എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ഏതായാലും എന്തോ ആയിക്കോട്ടെ, പ്ലീസ് കണ്ടിന്യൂ ആക്കാൻ പറ്റൂല. ഇവിടെ ഉസ്താദന്മാര് വിഷയവരിപ്പിക്കാൻ കാത്തിക്കാണ്. ഞാൻ ഒന്നും പറയാത്ത വിവരമില്ലാത്ത ഞാൻ കൂടുതൽ പറയുന്ന ഒരു അതവുകേടാണ് എന്ന് എനിക്ക് 100% അറിയാം. പക്ഷെ ആരെങ്കിലും നേരത്തെ ചോദിച്ച സുഹൃത്തിന് ഉള്ളാൾ നിങ്ങൾ ആരാണ്? എന്റെ അറിവ് വെച്ചിട്ട് എനിക്ക് ഇത്ര പറയാൻ ഉണ്ടെങ്കിൽ ഉസ്താദന്മാരെ ശിഷ്യന്മാരായ ആൾക്കാർക്ക് എത്ര പറയാനുണ്ടാവും? നമ്മുടെ അബൂ ഷാക്കിർ ഉസ്താദന്മാരടക്കം എത്രയോ ഉസ്താദന്മാരുണ്ടല്ലോ, അവർക്കൊക്കെ എത്രയോ പറയാനുണ്ടാവും. അതുകൊണ്ട് ഇവരൊക്കെ ഹക്ക് കൊണ്ട് അല്ലാഹുതആല രണ്ട് വീട്ടിലും നമ്മളെ അല്ലാഹുതആല നന്നാക്കട്ടെ. നമ്മുടെ മക്കളെയും ഖിയാമത്ത് നാൾ വരെയുള്ള സന്താന പരമ്പരയും അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിൽ അടിയുറച്ച് നിർത്തട്ടെ എന്ന് മാത്രം. നിങ്ങൾ ആരും നിങ്ങൾ അഭിസരിച്ചിട്ട് ഒരു കാര്യമില്ല. ഞാൻ കൂടുതൽ കണ്ടിന്യൂ ആക്കുന്നില്ല. DND ഇട്ടാൽ പ്രശ്നം എനിക്കുണ്ട്. അഡ്മിന്മാർ പറഞ്ഞിരിക്കുന്ന DND ഇടണമെന്ന്. അപ്പോൾ അഡ്മിന്മാർക്ക് എന്നെ ബന്ധപ്പെടാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഉള്ളാളന്തങ്ങളെയും മറ്റെല്ലാ സയ്യിദന്മാരെയും ബഹുമാനിക്കണം. അവർക്കൊന്നും ഫാത്തിഹ ഓതണം. നമുക്ക് എന്നും ഒരു പ്രത്യേകിച്ച് എനിക്ക് നിങ്ങളോടൊരു വസിയത്തിന്റെ പറയാനുള്ളത്,
പിന്നെ പത്രത്തിന്റെ ഉള്ളാർന്നങ്ങളല്ല മറ്റുള്ള പത്രക്കോളങ്ങളിൽ ചരമകോളം നോക്കുമ്പോൾ പല ഉസ്താദന്മാരും സയ്യിദന്മാരും പല ആൾക്കാരും മരണപ്പെട്ടതായി നമ്മൾ വായിക്കാറുണ്ട്. പക്ഷേ അങ്ങനെ വായിച്ചു വിടരുത്. ഏറ്റവും ചുരുങ്ങിയത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്ന് പോലും ഞാൻ പറയണം തീർച്ചയായിട്ടും. പിന്നും നിനക്ക് പറയാം ഫിഖ് എനിക്കറിയില്ല, ഞാൻ പറയുന്നത് അങ്ങനെ നിങ്ങൾ പത്രത്തിലോ മറ്റോ നമുക്ക് അറിയുന്ന പോലെ മുഅല്ലിമീങ്ങളും ഉസ്താദന്മാരും ക്യാൻസർ പിടിച്ചവരും മുദരിസ്തന്മാരായിട്ട് എത്രയോ ആൾക്കാരുമാണ് അറിയുന്നില്ല. അറിയപ്പെടാത്ത ഒരാൾക്കാരുണ്ടല്ലോ, അവരെ ആകുമ്പോൾ എപ്പോഴും ഒരു വെള്ളിയാഴ്ച ആ എല്ലാവരെയും മനസ്സിൽ കരുതി ഒരു മയ്യത്ത് ഗായിബായ മയ്യത്തിന്റെ മേലൊരു മയ്യത്ത് നിസ്കരിക്കുക. അതൊക്കെ നമുക്ക് വലിയ ഉപകാരപ്പെടും. അതൊക്കെ എനിക്ക് ആലിമീങ്ങളിൽ നിന്ന് കിട്ടിയൊരു വാക്കാണ്. ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, മനസ്സിലാവുന്നു. ഞാനിപ്പോ ഈയിടെ പല പത്രക്കോളത്തിലും ആൾക്കാരും ഇല്ലല്ല ആലൂർ കുഞ്ഞിത്തങ്ങൾ ഇപ്പോൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. അവിടെ മകൻ ആറ്റക്കോയത്തങ്ങൾ ഇന്ന് ജീവിച്ചിരിപ്പുണ്ട്. കാസർഗോഡ് ഭൂവിക്കാനത്ത് ബുഖാരിയ ഇസ്ലാമിക് കോംപ്ലക്സ് എന്ന സ്ഥലം ഒരു സ്ഥാപനം നടത്തുകയും അപ്രകാരം അവിടെ തഹ്ഫീദുൽ ഖുർആൻ നടത്തുകയും ചെയ്യുന്നുണ്ട്. ഉള്ളാൾ തങ്ങളുടെ മരുമകന്റെ മകൻ അവിടെ ചോദ്യത്തിന് ഇപ്പൊ PM എനിക്ക് ഉത്തരം പറയാൻ കഴിയില്ല. അപ്പോൾ ഞാൻ പറഞ്ഞൊരു ഉദ്ദേശം, ആരെങ്കിലും ഉസ്താദന്മാരെന്നല്ല ആരെ കണ്ടാലും നമ്മളെ അറിയുന്നവരെ പരിചയമുള്ളവരെ മുഖം പരിചയമുള്ള ഒരാൾക്കാർ കണ്ടാൽ എപ്പോഴെങ്കിലും ഒരു മരണം വാർത്തകുമ്പോൾ അല്ലാഹുമ്മ ഗ്ഫിർ ലഹു വറഹംഹു എന്ന് പറയാ. ആരെങ്കിലും നമ്മൾ PM എന്റെ ഒരാളെ മരിച്ചുപോയി, എന്റെ കുടുംബത്തിലൊരാൾ മരിച്ചുപോയി ദ്വാരക്കെന്ന് പറഞ്ഞാൽ ആ PM അങ്ങനെ തന്നെ ഡിലീറ്റ് ചെയ്യാതെ എന്തെങ്കിലും തിരിച്ചൊരു ദ്വായോടുകൂടി അല്ലാഹു അവർക്ക് മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ എന്നൊരു ദ്വായം കൂടി നാം അവർക്ക് കൊടുക്കണം. എന്നാൽ നമുക്ക് മരിച്ചാൽ ദ്വാരക്കാൻ ആളുണ്ടാവും. അതുകൊണ്ട് നാം മരണപ്പെട്ട എല്ലാ ആൾക്കാർക്കും വേണ്ടിയും, ഞാൻ പറഞ്ഞില്ലേ എല്ലാ ആളെന്ന് പറഞ്ഞാൽ വരക്കൽ മുല്ലക്കയത്തങ്ങളെ മുതൽ അങ്ങോട്ടും മുന്നോട്ടും അതിനുശേഷമുള്ളവരും എല്ലാ ആൾക്കാർക്കും വേണ്ടിയും നാം ദുആ ചെയ്യണം. അല്ലാഹുത്തആല അവരൊക്കെ ദറജയെ അല്ലാഹുത്തആല ഉയർത്തി തരട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവരുടെ ഹക്ക് ജാഹ് ബർക്കത്ത് കൊണ്ട് നമ്മയും നമ്മുടെ മാതാപിതാക്കന്മാർ, സഹോദരന്മാർ, സഹോദരികൾ, സന്താന പരമ്പരകൾക്ക് അല്ലാഹുത്തആല സന്തോഷത്തിലും റാഹത്തിലും അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിലും അടിയുറച്ച് ജീവിക്കാൻ തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇത്രയും സംസാരിച്ച് കൂടിപ്പോയതിൽ ക്ഷമ ചോദിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാ ആദരവോടുകൂടി ബാക്കിയുള്ള ഉസ്താദുമാരെ മൈക്കിലേക്ക് ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.